അഡ്മിഷൻസ് ആൻഡ് കൺഫെഷൻസ് എന്നാണ് നമ്മൾ ഇന്നത്തെ സബ്ജക്ട് അനൗൺസ് ചെയ്തത്. അതില് കൺഫെഷൻസിനെ സംബന്ധിച്ച് ധാരാളം ക്ലാസ്സുകൾ ഓൾറെഡി ഈ പ്ലാറ്റ്ഫോമിൽ പല പ്ലാറ്റ്ഫോംസിലും നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ജസ്റ്റിസ് രാംകുമാർ സാറിന്റെ ഒക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ധാരാളം ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോഴും യൂട്യൂബിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൺഫെഷൻസ് ഒഴിവാക്കാനായിട്ടല്ല, അഡ്മിഷൻസ് നിന്നും തുടങ്ങിയിട്ട് അഡ്മിഷൻസ് എങ്ങനെയാണ് കൺഫെഷൻസിലേക്ക് പോകുന്നത്, അഡ്മിഷൻസിന്റെ റിലവൻസ് എന്താണ്. ഇങ്ങനൊരു സബ്ജക്ട് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം പല ജഡ്ജ്മെന്റ്സിലും ഞാൻ ക്രിമിനൽ ട്രയലിൽ മാത്രം നടത്തുന്ന ക്രിമിനൽ സൈഡ് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പല ജഡ്ജ്മെന്റ്സിലും ക്രിമിനൽ കേസുകളിൽ അഡ്മിഷൻസ് റിലവന്റ് അല്ല എന്ന് പറഞ്ഞു കണ്ടു. അത് ശരിയല്ല. അഡ്മിഷൻസ് ക്രിമിനൽ കേസിൽ റിലവന്റ് ആണ്. ക്രിമിനൽ കേസിൽ കൺഫെഷൻസ് മാത്രമേ റിലവന്റ് ഉള്ളൂ എന്ന തരത്തിലുള്ള ഡിസ്കഷൻസ് കണ്ടതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം, അഡ്മിഷൻസ് ആൻഡ് കൺഫെഷൻസ് എന്ന് ആക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അതിനാണ് കുറച്ചൊരു ഫീഡ്ബാക്ക് ഞാൻ ആദ്യമേ ചോദിക്കുകയാണ്. അപ്പൊ കുറച്ച് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ടില് അഡ്മിഷൻസ് എവിടെ മുതൽ എവിടെ വരെയാണുള്ളത്? ഷൈൻ സാർ ഒന്ന് മൈക്ക് ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കണേ. അഡ്മിഷൻസ് ഏത് സെക്ഷൻ മുതൽ ഏത് സെക്ഷൻ വരെയാണ് അഡ്മിഷൻസ് ഉള്ളത് എവിഡൻസ് ആക്ടില്? 17 to 31. അപ്പൊ 24 മുതൽ 30 വരെ ഉള്ളതോ? 24 മുതൽ 30 വരെ ഉള്ളത് കൺഫെഷൻ. അപ്പൊ അത് അഡ്മിഷൻ ആണോ? കൺഫെഷൻ 24 to 30. ആന്ന് സാറേ. അഡ്മിഷൻ 31 ഉണ്ട്. അപ്പൊ കൺഫെഷൻസ് ആർ ഓൾസോ അഡ്മിഷൻസ് അല്ലേ? അപ്പൊ ഒരു സംശയം തീർന്നു, എന്റെ സംശയം തീർന്നു. ഇതായിരുന്നു എന്റെ ഒരു പ്രധാന സംശയം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് കൂടെ ഒന്ന് എന്റെ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിയാണ്, അഡ്മിഷൻസ് ആണ് 17 to 31. 17 to 31 അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആണ് കൺഫെഷൻ. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17 to 31 ആണ് അഡ്മിഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. അതിൽ 24 തുടങ്ങുന്ന സ്ഥലത്ത് ഒരു സബ് ഹെഡിങ് വരെ കൊടുത്തിട്ടുണ്ടാവും കൺഫെഷൻസ് വന്നിട്ട്. ബാറിംഗ് ദാറ്റ് ഇത് എല്ലാം ഈ ഒരു വിഷയത്തിൽ വരുന്ന സാധനമാണ്. ഈ രണ്ട് ആസ്പെക്ട്, രണ്ട് വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ നേരത്തെ ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ടറി ആയിട്ട് പറഞ്ഞത് ക്രിമിനൽ കേസിൽ അഡ്മിഷൻസ് പോസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മൂഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വെക്കുന്നത്. എപ്പോഴാണ് അഡ്മിഷൻ കൺഫെഷൻ ആകുന്നത്, എപ്പോഴാണ് അത് അഡ്മിസിബിൾ ആകുന്നത്, എപ്പോഴാണ് അത് റിവോക്ക് ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴാണ് കോടതിക്ക് അഡീഷണൽ പ്രൂഫ് ചോദിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കുറച്ച് ആസ്പെക്ടുകളാണ് നമ്മൾ പറഞ്ഞ പോലെ ഒരു മണിക്കൂറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ സെക്ഷൻ 17 ഒന്ന് എല്ലാ സെക്ഷൻസും വായിക്കില്ല, അത് പേടിക്കണില്ല. സെക്ഷൻ 17 ഒന്ന് നോക്കാം. അഡ്മിഷൻസ് ഡിഫൈൻഡ്. നമ്മള് കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും പ്രാക്ടീസിനിടയ്ക്ക് ആണെങ്കിലും വളരെ പ്ലെയിൻ ആയിട്ട് വളരെ ഈസി ആയിട്ട് വായിച്ചു പോകുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 17. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പക്ഷെ അതിൽ കുറച്ചൊന്നും സ്ട്രെസ് ചെയ്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കീവേഡ്സ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ആൻഡ് അഡ്മിഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ്, ഓറൽ ഓർ ഡോക്യുമെന്ററി. അപ്പൊ ഒരു ജസ്റ്റർ ആണെങ്കിൽ ക്യാൻ എ ജസ്റ്റർ ബി ആൻ അഡ്മിഷൻ? ഒരു തലയാട്ടുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു ജസ്റ്റർ അഡ്മിഷൻ ആകും. ഓറൽ ഓർ ഡോക്യുമെന്ററി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ജസ്റ്റർ ആകുമോ നോക്കാം. സെക്ഷൻ 32 നോക്കാം. 32 ഡൈൻ ഡിക്ലറേഷൻസ് സംബന്ധിച്ച് നോക്കുമ്പോൾ 32ലേക്ക് പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് 32 ഒറ്റ വാക്ക് നോക്കാം, ഒറ്റ സെന്റൻസ് മാത്രമേ നോക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് റിട്ടൺ ഓർ വെർബൽ ഓഫ് റിലവന്റ് ഫാക്ട്സ്. റിട്ടൺ ഓർ വെർബൽ ഇവിടെ വരുമ്പോ an admission is a statement oral or documentary. അപ്പൊ വെർബൽ എന്നുള്ള വാക്കുകൂടെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ വെർബൽ ഇൻക്ലൂഡ്സ് ജസ്റ്റേഴ്സ്. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് തല കുലുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ വെർബൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നീയാണോ അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ തല ആട്ടുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഅഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എൻ അഡ്മിഷൻ. അല്ല എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ആൻസർ ഇൻ നെഗറ്റീവ്. അപ്പൊ ഇത് സെക്ഷൻ 17 അത് ഉദ്ദേശിക്കുന്നില്ല.
ഓറൽ ഓർ ഡോക്യുമെന്ററി. അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് ഷുഡ് ബി സോ സ്പെസിഫിക് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ 32 വരുമ്പോൾ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡൈൻ ഡിക്ലറേഷൻസിന്റെ ആ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ആദ്യകാലങ്ങളിലുള്ള ഇപ്പൊ ആർ വേഴ്സസ് ലിലിമാൻ അതുപോലത്തെ കേസുകളിൽ പല കേസുകളിലും റിപ്പോർട്ടഡ് ഡിസിഷൻസിൽ ത്രോട്ട് കട്ടാണ്, അല്ല സെലിബ്രേറ്റഡ് ഡിസിഷൻസിൽ 2 ത്രോട്ട് കട്ടാണ്, കഴുത്തില് മുറിവുണ്ടായിട്ട് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. നമ്മുടെ എനിക്ക് 45 അബ്ദുള്ള എന്ന് പറയുന്ന കേസിലും 1636 ലിലിമാൻ ആർ വേഴ്സസ് ലിലിമാനിലും ത്രോട്ട് കട്ടാണ്. അപ്പൊ അതിലൊക്കെ സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ചോദ്യങ്ങളുടെ ആൻസർ ആയിട്ടാണ് ഉത്തരം വരുന്നത്, ഡൈൻ ഡിക്ലറേഷൻസ് വരുന്നത്. ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ആളാണോ ചോദിക്കുമ്പോൾ തല ആട്ടുകയോ അല്ലെങ്കിൽ തല ആട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലോ സയൻസ് ഉണ്ടോ അങ്ങനെ കാണിക്കുന്ന സിറ്റുവേഷൻസിലാണ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 32 വെർബൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം ഇതില് ഓറൽ ഓർ ഡോക്യുമെന്ററി ഓർ റിട്ടൺ. ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ എപ്പോഴും റിട്ടേൺ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഷുഡ് ബി ഇൻ ക്ലിയർ ടേംസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റേഴ്സോ സയൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇറ്റ് ഷുഡ് ബി ഇൻ ക്ലിയർ ടേംസ്. ഓർ കണ്ടെയ്ൻഡ് ഇൻ ഇലക്ട്രോണിക് ഫോം വിച്ച് സജസ്റ്റ് എനി ഇൻഫറൻസ്. അപ്പൊ അവിടെ ആൻ ഇൻഫറൻസ് എന്നല്ല എനി ഇൻഫറൻസ് ആണ്. ഞാനൊരു വേറൊരു സെമിനാർ കേട്ടു, ലണ്ടൻ ആയിട്ടുള്ള ഒരു ജഡ്ജിന്റെ സെമിനാർ കേട്ടു. അപ്പൊ അദ്ദേഹം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് ആൻ ഇൻഫറൻസ് എന്നാണ്, അങ്ങനെയല്ല എനി ഇൻഫറൻസ് ആണ്. അപ്പൊ എന്തുകൊണ്ട് എനി ഇൻഫറൻസും ആൻ ഇൻഫറൻസും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ആ 2 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം? എനി ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഇൻ അഫർമേറ്റീവ് ഓർ നെഗറ്റീവ്, 2 തരത്തിലും ആകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. സെൽഫ് സെർവിങ്ങും ആകാം, സെൽഫ് ഡാമേജിങ്ങും ആകാം. അതുകൊണ്ടാണ് എനി എന്ന് പറയുന്നത്. ഇത് സെൽഫ് സെർവിങ് സെൽഫ് ഡാമേജിങ് എവിടെയാ പറയുന്നത്? ഏത് സെക്ഷനിലാണ് സെൽഫ് സെർവിങ്ങും സെൽഫ് ഡാമേജിങ്ങും പറയുന്നത്? സെക്ഷൻ 21. 21ലാണ് സെൽഫ് സെർവിങ്ങും സെൽഫ് ഡാമേജിങ്ങും പറയുന്നത്. അപ്പൊ 21ലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 70th പറയുന്നുണ്ട് എനി ഇൻഫറൻസ്. അപ്പൊ ഇൻഫറൻസ് കുഡ് ബി ഇൻ ഫേവർ ഓഫ് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഓർ അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഹു ഇസ് മേക്കിംഗ് ഇറ്റ്. അതുകൊണ്ടാണ് എനി ഇൻഫറൻസ്. ആസ് ടു എനി fact in issue or learned fact and which is made by any of the persons and under the circumstances hereinafter mentioned. അപ്പൊ താഴേക്ക് പറയുന്ന 24 വരെയാണ്, 24ലാണ് നമ്മൾ കൺഫ്യൂഷൻസ് തുടങ്ങുന്നത്. 23 വരെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ തരത്തില? എനി ഓഫ് ദ പേഴ്സൺസ് ആൻഡ് അണ്ടർ ദ സർക്കംസ്റ്റൻസസ്. താഴേക്ക് വരുമ്പോൾ 2 ആയിട്ട് ക്ലാസിഫൈ ആയിരിക്കുകയാണ്, പേഴ്സൺസും സർക്കംസ്റ്റൻസസും. പേഴ്സൺസ് ഏതൊക്കെയാണ്, സർക്കംസ്റ്റൻസസ് ഏതൊക്കെയാണ്? ആരും എക്സാം എഴുതുന്ന കുട്ടികൾ വേഗം പറയും. പേഴ്സൺസ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, സർക്കംസ്റ്റൻസസ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്? 18, 19, 20ലാണ് പേഴ്സൺസ് പറയുന്നത്. 21, 22, 23ലാണ് സർക്കംസ്റ്റൻസസ് പറയുന്നത്. അപ്പൊ ഈ സെക്ഷനുകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സെക്ഷൻ 17 അതിന്റെ ബേസ് പറയുന്നുണ്ട്. ഈസ് മെയ്ഡ് ബൈ എനി ഓഫ് ദ പേഴ്സൺസ് അണ്ടർ ദ സർക്കംസ്റ്റാൻസസ്, എനി ഓഫ് ദ പേഴ്സൺസ് ആൻഡ് അണ്ടർ ദ സർക്കംസ്റ്റാൻസസ്. അപ്പൊ പേഴ്സൺസ് ആർ ഡിഫൈൻഡ് അല്ലെങ്കിൽ എന്താ അതിനെ കുറിച്ച് പറയുന്നത് 18, 19, 20. സർക്കംസ്റ്റൻസസ് 21, 22, 23. നമ്മൾ ഏത് സബ്ജക്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും എങ്ങനെയോ ഇത് എത്രയും ചെറുതാക്കാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നോക്കിയിട്ട് ഇത്രയും ചെറുതാക്കിയിട്ട് വേണം അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത്രയും സെക്ഷൻസ് നമ്മൾ ഓർത്തേക്കൽ പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ 17 ബേസിക് ഡെഫിനിഷൻ മനസ്സിലാക്കിയതിനു ശേഷം 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക, പേഴ്സൺസും സർക്കംസ്റ്റൻസസും. അപ്പൊ ഈ 7 സെക്ഷൻസ് നമുക്ക് ഒറ്റ സബ്ജക്റ്റ് ആയിട്ട് മനസ്സിലാകും. ഒന്ന് 17 പറയുന്നു എന്താണ് അഡ്മിഷൻ, 18, 19, 20 പറയുന്നു ആർക്കൊക്കെ മേക്ക് ചെയ്യാം, 21, 22, 23 പറയുന്നു ഏതെല്ലാം സർക്കംസ്റ്റൻസ്. അപ്പൊ സബ്ജക്ട് നമ്മളുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലായി, ഈ 7 സെക്ഷൻസ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലായി. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അത് നമുക്ക് മേ ബി നമ്മൾ 19, 20 ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല, ജസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. 18, 19, 20, 21 മാത്രമേ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ നോക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. അത് മാത്രമാണ് ഒരു സീരിയസ് ആയിട്ട് ഡിസ്കഷനിൽ വരികയോ അല്ലെങ്കിൽ ട്രയലിൽ ആവശ്യം വരികയോ ചെയ്യുന്ന കാര്യങ്ങൾ. ആദ്യം എനി ഇൻഫറൻസ് അത് നമ്മൾ പറഞ്ഞു. ഇനി ഫോർമൽ അഡ്മിഷൻസും ഇൻഫോർമൽ അഡ്മിഷൻസും ആണ് കേസുകളിൽ വരുന്നത്. ഫോർമൽ അഡ്മിഷൻസ് എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ ജുഡീഷ്യൽ അഡ്മിഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോർമൽ അഡ്മിഷൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ അഡ്മിഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ റൈറ്റിംഗ് അല്ലെ. ഒരാള് ഒരു കാര്യം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 58 നോക്കാം. 58 അഡ്മിറ്റഡ് ഫാക്ട്സ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്.
അപ്പൊ വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ ട്രയലിലൊക്കെ നടക്കുമ്പോഴൊക്കെ ജഡ്ജിമാര് പറഞ്ഞാൽ അത് അഡ്മിറ്റഡ് ആണ്, അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ പറയാറുണ്ട്. അത് നമുക്ക് പക്ഷേ സെക്ഷൻ 58 ശരിക്കും എന്താ പറയുന്നത് നോക്കാം. ഫാക്ട്സ് അഡ്മിറ്റഡ് നീഡ് നോട്ട് ബി പ്രൂവ്. അപ്പൊ അത് അഡ്മിറ്റഡ് ആണ്, അതിലൊരു തർക്കമില്ലാണ്ട് നിങ്ങൾ പ്രൂവ് ചെയ്യണ്ട എന്ന് ഒരു സ്റ്റാൻഡാണ് പല കോടതിയിലും എടുക്കുന്നത്. പക്ഷെ 58 വായിക്കുമ്പോൾ അങ്ങനെയല്ല. നോ ഫാക്ട് നീഡ് ബി പ്രൂവ്ഡ് ഇൻ എനി പ്രൊസീഡിങ്സ് വിച്ച് ദ പാർട്ടീസ് thereto or their agents agree to admit at the hearing, or which before the hearing they agree to admit by any writing under their hands, any writing under their hands, or which by any rule of pleading in force at the time they are deemed to have admitted by their pleadings. അപ്പൊ അതാണ് ഫോർമൽ അഡ്മിഷൻസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ പ്ലീഡിങ്സിൽ അഡ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നോട്ടീസിലോ അല്ലെങ്കിൽ കൗണ്ടറിലോ, അങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഫോർമൽ ആയിട്ട് ഇൻ റൈറ്റിംഗ് അണ്ടർ ദെയർ ഹാൻഡ്സ്. അതിന്റെ ഉദ്ദേശം എന്താ? അവര് തന്നെ അഡ്മിറ്റ് ചെയ്യണം. ഈവൻ ഏജന്റിന്റെ അഡ്മിഷൻ ആണെങ്കിൽ പോലും may be a different situation. Provided that the court may, in its discretion, require the facts admitted to be proved otherwise than by such admissions. Admissions കൂടാതെ വേണമെങ്കിൽ കോടതിക്ക് പ്രൂഫ് ചോദിക്കാം. അപ്പോൾ ഇതാണ് ജുഡീഷ്യൽ അഡ്മിഷൻസ് അല്ലെങ്കിൽ ഫോർമൽ അഡ്മിഷൻസ് എന്ന് പറയുന്നത്. ഒരു ഫോർമൽ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, സാധാരണഗതിയിൽ പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ കോടതിക്ക് വേണമെങ്കിൽ അതിന് പ്രൂഫ് കൊടുക്കാനായിട്ട് പറയാം. ഇനി ഇൻഫോർമൽ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള അഡ്മിഷൻസ്, അതാണ് നമ്മൾ എവിഡൻഷ്യറി അഡ്മിഷൻസ് എന്ന് പറയുന്നത്. എവിഡൻഷ്യറി അഡ്മിഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യണം. ആരോടാണ് അഡ്മിറ്റ് ചെയ്തത് അയാൾ വഴി, ആ വിറ്റ്നസ് വഴി അത് പ്രൂവ് ചെയ്യണം. ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൽ എഴുതി കൊടുക്കുന്ന ഫോർമൽ ആയിട്ടുള്ള അഡ്മിഷൻസ് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈസ് ഓഫ് പ്രൂഫ് അല്ലെങ്കിൽ വെയ്വർ ഓഫ് പ്രൂഫ് എന്ന് പറയും. വെയ്വർ ഓഫ് പ്രൂഫാണ്. ഉദാഹരണത്തിന് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കുകയാണ്, ഞാൻ പണം വാങ്ങിയെന്നുള്ളത് ശരിയാണ്, ഞാൻ പ്രോനോട്ട് എഴുതി കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ പണം തിരികെ കൊടുത്തു. എങ്ങനെ പറയുകയാണെങ്കിലോ, പണത്തിന്റെ ട്രാൻസാക്ഷൻ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, പ്രോനോട്ടിന്റെ എക്സിക്യൂഷൻ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഡിസ്ചാർജ് മാത്രം പ്രൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിസ്ചാർജിൽ മാത്രമാണ് തർക്കം. അതാണ് വെയ്വർ ഓഫ് പ്രൂഫ് അല്ലെങ്കിൽ ഈസ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ജുഡീഷ്യൽ അഡ്മിഷൻസ്. വേറെ ക്രിമിനൽ കേസിൽ ജുഡീഷ്യൽ അഡ്മിഷൻസ് ഉണ്ടോ? ക്രിമിനൽ കേസിൽ എപ്പോഴെങ്കിലും ജുഡീഷ്യൽ അഡ്മിഷൻസ് വരുമോ? അതുകൊണ്ടാണ് അതേ പറഞ്ഞത് ക്രിമിനൽ കേസിൽ അഡ്മിഷൻസ് ഉണ്ട്. എവിടെ അഡ്മിഷൻസ് ഉള്ളത്? സെൽഫ് ഡിഫൻസിൽ വരില്ലേ? സെൽഫ് ഡിഫൻസിൽ ട്രയലിലല്ലേ സാർ? റിക്കവറിയിൽ വരില്ലേ സർ? റിക്കവറിയിൽ വരില്ലേ? 27 അതിലൊക്കെ വരും. അല്ലാതെ ഒരാള് പ്രതി കയറി അഡ്മിറ്റ് ചെയ്യുന്നപ്പോഴാ 330-ലാകാം. 330-ലാകാം. പിന്നെ അതാണല്ലോ ഏറ്റവും എളുപ്പം. പ്ലീഡിംഗ് ഗിൽറ്റിയിലാണ് 229, 241, 252. സെഷൻസ് ട്രയലിലാണെങ്കിൽ 229-ല്, സമൻസ് കേസിലാണെന്നുണ്ടെങ്കിൽ 241-ല്, വൺ കേസിലാണ് 241-ല്, മറ്റേതിൽ സബ്സ്റ്റൻസ് ഓഫ് അക്യൂസേഷൻ വായിച്ച് കൽപ്പിക്കും 252. അപ്പൊ 229, 241, 252 ഈ 3 സിറ്റുവേഷനിൽ ക്രിമിനൽ കേസുകളിലും അഡ്മിഷനാണ്. അത് അഡ്മിഷൻ ആണെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് കൺഫെഷന്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ദർ ഷുഡ് ബി ഫോർമൽ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് അല്ലേ? പക്ഷെ ഇതിലങ്ങനെ ഇല്ല. ഇതില് ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ അതെല്ലാം മിക്കവാറും ബെഞ്ചുകൾക്കായിരിക്കും വായിക്കുന്നത്. എല്ലാം വായിച്ച് കൽപ്പിച്ചിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ട്, ശരി അതേന്ന് പറയാണ്. അപ്പൊ കൺഫെഷന്റെ ക്ലാസിക് ഡെഫിനിഷനിൽ വരില്ലെങ്കിൽ തന്നെ ദാറ്റ് ഈസ് എൻ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ്. അല്ലെങ്കിൽ ഗിൽറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഗിൽറ്റ് ഫോർമലായിട്ട് ജുഡീഷ്യറിയുടെ മുമ്പിൽ ജുഡീഷ്യൽ പ്രൊസീഡിങ്സിന്റെ ഇടയ്ക്ക് ഫോർമലായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഗിൽറ്റ് പ്ലീഡ് ചെയ്യുന്നത്. അത് ഗിൽറ്റ് പ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോടതി പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഗിൽറ്റ് പ്ലീഡ് ചെയ്താൽ കോടതി പ്രൊസീഡ് ചെയ്യണോ? ഒരു റൂളിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. റൂളിംഗ് അനുസരിച്ച് കേസ് ആണെങ്കിൽ ട്രൈ ചെയ്യണം. അല്ലെ, സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, മെയിനേ പറഞ്ഞിട്ടുള്ളൂ. കോർട്ട് മേ ഇൻ ഇറ്റ്സ് ഡിസ്ക്രിഷൻ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? മസ്റ്റായിട്ട് ട്രയൽ നടത്തേണ്ട എപ്പോഴാ? ട്രയൽ നടത്താതെ പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്തത് എപ്പോഴാ? മർഡർ കേസുകൾ അല്ല, മർഡർ കേസുകൾ ട്രയൽ നടത്താതെ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? ഇറ്റ് കുഡ് ബി മർഡർ, ഇറ്റ് കുഡ് ബി കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ, നോട്ട് അമൗണ്ടിങ് ടു മർഡർ. നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആണെങ്കിൽ തന്നെ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആണോ തേർഡ് ഡിഗ്രി ആണോ നോക്കണം. ഇതെല്ലാം നോക്കണം. കോസ് ഓഫ് ഡെത്ത് നോക്കണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കോസ് ഓഫ് ഡെത്ത് നോക്കണം, അത് ടാലി ചെയ്ത് നോക്കണം, ചാർജ് ആയിട്ട് ടാലി ചെയ്ത് നോക്കണം.
അങ്ങനെ നോക്കിയതിനു ശേഷമേ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ഏതാണെന്ന് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മർഡർ കേസുകളിൽ, പ്രത്യേക ഹോമിസൈഡ് കേസുകളിൽ ഓൾമോസ്റ്റ് മാൻഡേറ്ററി ആണ്, അല്ലാതെ അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബാക്കി കേസുകളിൽ വേണമെങ്കിൽ, അതുകൊണ്ടാണ് മെയിൻ ഹിസ് ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ അത് സ്ട്രേറ്റ് അവേ കൺവിക്ട് ചെയ്യുന്നത് കസ്റ്റഡിയിൽ കിടക്കുന്ന പ്രതി കുറെ നാളായിട്ട് കസ്റ്റഡിയിൽ കിടക്കുകയാണ്, അയാൾക്ക് കസ്റ്റഡിയിൽ കിടന്നിട്ട് മതിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറെ ടേം കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ട്രയൽ ഉണ്ടാവില്ല. ഗിൽറ്റി പ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൺവിക്ട് ചെയ്ത് കിടന്ന കാലം അതിൽ തട്ടിക്കഴിച്ച് സെറ്റ് ഓഫ് കൊടുത്ത് അവസാനിപ്പിക്കലായിരിക്കും. അല്ലാത്ത കേസുകളിൽ, എസ്പെഷ്യലി സെഷൻസ് കേസുകളിൽ, ദർ ഷുഡ് ബി എ ട്രയൽ, എസ്പെഷ്യലി ഇൻ ഹോമിസൈഡ് കേസസ്. ട്രയൽ ഇല്ലാതെ പ്രൊസീഡ് ചെയ്യാൻ പാടില്ല. അതാണ് ക്രിമിനൽ കേസിൽ വരുന്ന ഫോർമൽ ആയിട്ടുള്ള അഡ്മിഷൻസ് എന്ന് പറയുന്നത്. ഗിൽറ്റി പ്ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. ഇത് നമ്മളെ അഡ്മിഷൻസ് നോക്കുമ്പോൾ 17 മുതൽ 31 വരെയാണെന്ന് പറഞ്ഞു. 31ന്റെ ഒരു ഇമ്പാക്ട്, 31ന്റെ ഇമ്പാക്ട് എപ്പോഴും ഉണ്ടാവും. 31 ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വളരെ ചെറിയ സെക്ഷനാണ്. അഡ്മിഷൻസ് ആർ നോട്ട് കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ദ മാറ്റേഴ്സ് അഡ്മിറ്റഡ്, ബട്ട് ദേ മേ ഓപ്പറേറ്റ് ആസ് എസ്റ്റോപ്പൽ under the provisions hereinafter contained. അതുകൊണ്ടാണ് നമ്മൾ 17 to 31 ഉണ്ടെന്ന് പറയുന്ന കാരണം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പറഞ്ഞു അഡ്മിഷൻസ് ജുഡീഷ്യൽ അഡ്മിഷൻസ് ആണ്, ഗിൽറ്റി പ്ലീഡ് ചെയ്യുന്നത് ഫോർമൽ ജുഡീഷ്യൽ അഡ്മിഷൻസ് ആണെന്ന് പറഞ്ഞു. പ്രതി ജുഡീഷ്യൽ അഡ്മിഷൻ നടത്തി, കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ജഡ്ജ് കൺവിക്ട് ചെയ്യാൻ തയ്യാറായില്ല. ഇൻ ഹിസ് ഡിസ്ക്രിപ്ഷൻ ഹി ഹാസ് ഡിസൈഡഡ് ടു പ്രൊസീഡ് വിത്ത് ദ ട്രയൽ. ക്യാൻ ദ അക്യൂസ്ഡ് പ്ലീഡ് ഫോർ എൻ അക്വിറ്റൽ? ട്രയൽ നടത്തിയതിനു ശേഷം അത് അയാൾ കുറ്റം സമ്മതിച്ചു, കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഉറപ്പിച്ചു പറഞ്ഞു. ആലോചിക്കാനുണ്ടോ? ആലോചിക്കാനില്ല, എനിക്ക് നീ ഒന്നും ആലോചിക്കാനില്ല, ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ജഡ്ജ് മര്യാദക്കാരനായതുകൊണ്ട് ട്രയൽ നടത്താൻ തീരുമാനിച്ചു. ട്രയൽ നടത്താനായിട്ട് വക്കീലിലേക്ക് വെച്ചു ട്രയൽ നടത്തി. ട്രയൽ എടുത്ത് ക്യാൻ ഹി പ്ലീഡ് ഫോർ ആക്വിറ്റൽ? എവിടെയാണ് പറയുന്നത്? 31. അതാണ് 31. Admissions are not conclusive proof of the matters admitted, but they may operate as estoppel under the provisions hereinafter contained. അപ്പൊ ഇതില് നമ്മൾ എവിഡൻസ് ആക്ടില് എസ്റ്റോപ്പലിന്റെ ഭാഗത്ത് വരുമ്പോൾ 115, 16, 17 ആ ഭാഗത്ത് വരുമ്പോഴുള്ള എസ്റ്റോപ്പൽസ് ഒഴിച്ച് എസ്റ്റോപ്പൽ എന്നുള്ള നിലക്ക് വർക്ക് ചെയ്യാത്തിടത്തോളം കാലം ദേ ആർ നോട്ട് കൺക്ലൂസീവ് പ്രൂഫ്. കൺക്ലൂസീവ് പ്രൂഫ് അല്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? യു ക്യാൻ അഡ്യൂസ് എവിഡൻസ്, അല്ലെങ്കിൽ യു ക്യാൻ അഡ്യൂസ് എവിഡൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എവിഡൻസ് അഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാകാം? ഡിഫൻസ് എവിഡൻസ് അഡ്യൂസ് ചെയ്യലാകാം, 313 ആൻസർ ചെയ്യലാകാം, അല്ലെങ്കിൽ സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യുന്ന തരത്തിലാകാം. ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും യു ക്യാൻ അഡ്യൂസ് എവിഡൻസ്. അപ്പൊ അതുകൊണ്ടാണ് അതെല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് 31 ഇതിന്റെ ഏറ്റവും അവസാനം വെച്ചിട്ടുള്ളത്. കൺഫെഷൻസിന് ശേഷം 31 വരാനുള്ള കാരണം അതാണ്. അപ്പൊ ഈവൻ ഇഫ് യു ഹാവ് അഡ്മിറ്റഡ് ദ ഗിൽറ്റ് ഇൻ എ ഫോർമൽ സിറ്റുവേഷൻ, കോടതിയിലാണെങ്കിൽ പോലും യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് കണ്ടസ്റ്റ് ദ ട്രയൽ. അതാണ് സെക്ഷൻ 31ന്റെ ഇമ്പാക്ട്. അതാണ്. അപ്പൊ അഡ്മിഷൻസിനെ കുറിച്ചോ കൺഫെഷനെ കുറിച്ചോ നമ്മൾ മനസ്സിൽ വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രയലിന്റെ സമയത്തോ പ്രൊസീഡിങ്സിന്റെ സമയത്തോ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ 31 ആണ്. ഒരു കാര്യം അഡ്മിറ്റ് ചെയ്ത് പോയി എന്ന് വിചാരിച്ചിട്ട് അത് കൺക്ലൂസീവ് ആവില്ല. യു ക്യാൻ ഡിനൈ ദാറ്റ്, യു ക്യാൻ വിഡ്രോ ദാറ്റ്. അതിനാണ് സക്സസ്ഫുൾ വിഡ്രോവൽ എന്ന് പറയുന്നത്. സക്സസ്ഫുൾ ആയിട്ട് വിഡ്രോ ചെയ്യണം, അതായത് കാര്യകാരണ സഹിതം വേണം വിഡ്രോ ചെയ്യാനായിട്ട്. ഈ ഒരു പ്രിൻസിപ്പിളാണ് കൺഫെഷൻസ് റിട്രാക്ട് ചെയ്യാനും പെർമിറ്റ് ചെയ്യുന്നത്. റിട്രാക്റ്റഡ് കൺഫെഷൻസ് ഉണ്ടല്ലോ, കൺഫ്യൂസ് ചെയ്തത് പിന്നീട് ട്രയലിൽ വരുമ്പോൾ അത് റിട്രാക്ട് ചെയ്യും, ഞാൻ എന്നെ കൺഫ്യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയും. അങ്ങനെ പറയാനുള്ള സാഹചര്യം കിട്ടുന്നതും സെക്ഷൻ 31ന്റെ ഇമ്പാക്റ്റിലാണ്. അത് എവിഡൻസ് ആക്ടിലുള്ള സമയത്ത്. പക്ഷെ ഇപ്പോ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഏതാ? കൺഫെഷൻ റിട്രാക്ട് ചെയ്യാനായിട്ട് 31 കൂടാതെ മറ്റൊരു പ്രൊവിഷനിൽ ഏതാ? എനിക്ക് കൺഫെഷൻ റിട്രാക്ട് ചെയ്യണം, ജഡ്ജ് സമ്മതിക്കുന്നില്ല. I want to retract. Prosecutor സമ്മതിക്കുന്നില്ല. You have already confessed. There is an judicial അല്ലെങ്കിൽ extrajudicial confession, proper judicial confession made before a magistrate during the course of the inquiry. Crime investigating സമയത്ത് you have given a formal confession before the magistrate which was recorded under 164. You cannot എന്ന് കോടതിക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ എന്താണ് മറുപടി? ആർട്ടിക്കിൾ 20 ക്ലോസ് 3 ആണ് അല്ലെ? No man should be compelled to be witness against himself. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം വി ഹാവ് എൻ ആഡഡ് അഡ്വാൻറ്റേജ് ഇൻ ആർട്ടിക്കിൾ 20 ക്ലോസ് 3. ആഡഡ് പവർ ഇസ് ദർ. അതിന് മുമ്പാണ് നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പാണെങ്കിൽ സെക്ഷൻ 31 വാസ് ദർ. ഇപ്പൊ നമുക്ക് രണ്ടിന്റെ ബെനിഫിറ്റ് ഉണ്ട്, 31ലും സെക്ഷൻ 20 ക്ലോസ് 3ലും. ദോസ് ആർ ദ പ്രൊവിഷൻസ് ത്രൂ വിച്ച് വി ക്യാൻ വിഡ്രോ അല്ലെങ്കിൽ വി ക്യാൻ റിട്രാക്ട് ഫ്രം എ കൺഫെഷൻ. അപ്പൊ അതുകൊണ്ടാണ് സെക്ഷൻ 31ന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഞാൻ അതേ പറഞ്ഞു, നമ്മൾ സാധാരണ കൺഫെഷൻ ഡീൽ ചെയ്യുന്ന ആ ആസ്പെക്ടുകളല്ല എന്ന് നോക്കുന്നത്, സാധാരണ ക്ലാസ്സുകളിൽ വരാത്തൊരു ആസ്പെക്ട് ആണെന്ന് നോക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്.
അപ്പൊ അതാണ് 30 മറ്റൊരു ഇമ്പാക്ട്. ഇനി ഇത് രണ്ടും ഉള്ളിൽ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പോകാം. അടുത്തൊരു ഇത് അഡ്മിഷൻ കുറച്ച് 1-2 ബേസിക് സാധനങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ജഡ്ജ്മെന്റ്സ് പറയാൻ ഉദ്ദേശിക്കുന്നത് 2-3 ജഡ്ജ്മെന്റ്സ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന്, അഡ്മിഷൻസ് ആർ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. അത് പലപ്പോഴും സംശയം വരുന്ന സാധനമാണ്. അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യുന്ന ആളെ കൺഫ്രണ്ട് ചെയ്യണോ, അതായത് ഡ്യൂറിങ് ദ ട്രയൽ നിങ്ങൾ ഇങ്ങനെ നേരത്തെ ഒരു അഡ്മിഷൻ നടത്തിയിരുന്നില്ലേ എന്ന് അയാളുടെ പ്രീവിയസ് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിലക്ക് 145 ഇൻവോക്ക് ചെയ്തിട്ട് അയാളെ കൺഫ്രണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? കൺഫ്രണ്ട് ചെയ്താലും കൺഫ്രണ്ട് ചെയ്യുന്നതും കൺഫ്രണ്ട് ചെയ്യാതെ അത് അഡ്മിഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് നോക്കുമ്പോഴാണ് വെദർ ദ അഡ്മിഷൻ ഇസ് എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ഓർ നോട്ട്. അപ്പൊ അഡ്മിഷൻ ഇസ് എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. കോൺട്രഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, അയാളുടെ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിലക്ക് അത് വെച്ച് കോൺട്രഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അതിന്റെ ഇമ്പാക്ട് എവിടെയാണ്? ഒരു വിറ്റ്നസിന് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് വെച്ച് കോൺട്രഡിക്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് ഗോസ് ടു 155 clause 3 അല്ലെ, എവിഡൻസ് ആക്ടിന്റെ 155 3 പോകുന്നത്. ടു ഷോ ദാറ്റ് he is a person who has given 2 different statements before 2 different authorities in two different situations. അതാണ് 155 clause 3. അപ്പൊ ഒരു അഡ്മിഷനെ അഡ്മിഷനായിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഉപയോഗിക്കാം, സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്നുള്ളവർക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് കോൺട്രഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കൺഫ്രണ്ട് ചെയ്ത് കോൺട്രഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഗോസ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ വിറ്റ്നസ്, ദ പേഴ്സൺ ഹു മെയ്ഡ് ദ സ്റ്റേറ്റ്മെന്റ്. ആ 2 വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ 1-2 ഡിസിഷൻസ് മാത്രം പറയാം. അഡ്മിഷൻ ആർ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്ന് പറയുന്നത് 77 സുപ്രീം കോർട്ട് 1724, 1977 AR സുപ്രീം കോർട്ട് 1724. But they are not conclusive. It can be disproved as erroneous. അതായത് വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്യാം എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ എല്ലാത്തിനും ഒരു ബേസ് ഡിസിഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. 1960 AR സുപ്രീം കോർട്ട് പേജ് 100. നേരത്തെ പറഞ്ഞ ആ ഒരു ലൈനില് കൂടി ഇന്ത്യയിലെ ഒരേ ഒരു ഡിസിഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ 74-1 SEC 78, 1974 വോളിയം 1 SEC പേജ് 78. അതിലാണ് സ്വാമിയുടെ ഒരു ക്ലാസിക് ഡിസിഷൻ ആണ്. അതിലാണ് പറയുന്നത് ഒരു അഡ്മിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഒരു അയാൾക്ക് ഡാമേജിംഗ് ആയിട്ടുള്ള അഡ്മിഷൻ ഉണ്ടെങ്കിൽ യു നീഡ് നോട്ട് കൺഫ്രണ്ട് ഇറ്റ് ടു ദാറ്റ് പേഴ്സൺ ആൻഡ് മേക്ക് ഇറ്റ് എ കോൺട്രഡിക്ഷൻ, because the impact of contradiction is only to show that he is a person unworthy of credit, only to that extent. But if you can prove it as a substantive admission, that will go to the root of the case. അയാളുടെ കേസിന് മൊത്തം ഡാമേജ് ചെയ്യുന്ന തരത്തിലായിരിക്കും that admission you can use. കാരണം വെച്ച് കഴിഞ്ഞാൽ that is a substantive evidence. അതാണ് കൃഷ്ണയുടെ റൂളിംഗ്. അത് ശ്രേയറിന്റെ റൂളിംഗ് ആണ്, വേറെ റൂളിംഗ്സ് അതിൽ ആ ഭാഗത്ത് കണ്ടിട്ടില്ല. പിന്നെ അതിൽ ഈ കൺഫ്രണ്ട് ചെയ്യണോ വേണ്ടയോ, ഫോർമൽ അഡ്മിഷൻസ് അല്ലെങ്കിൽ നേരത്തെ ഉള്ള അഡ്മിഷൻസ് ഫോർമൽ ഓർ ഇൻഫോർമൽ, അത് വേണ്ട എന്നുള്ളതാണ് 66 സുപ്രീം കോർട്ട് 405 പറയുന്നത്. 1966 സുപ്രീം കോർട്ട് 405, 1966 സുപ്രീം കോർട്ട് 405. അതിലാണ് അഡ്മിഷൻസ് നീഡ് നോട്ട് ബി കൺഫ്രണ്ടഡ്. പക്ഷെ അതിനുശേഷം അതിന് മുൻപുള്ള ധാരാളം റൂളിംഗ്സ് ഉണ്ട്. ഡോക്ട്രിൻ ഓഫ് ഫെയർ പ്ലേ എന്ന് പറയും. ഡോക്ട്രിൻ ഓഫ് ഫെയർ പ്ലേ അനുസരിച്ചിട്ട് ദാറ്റ് ഷുഡ് ബി കൺഫ്രണ്ടഡ്. പക്ഷെ ജുഡീഷ്യൽ അഡ്മിഷൻസ് ആണെന്നുണ്ടെങ്കിൽ, ഫോർമൽ അഡ്മിഷൻസ് ആണെന്നുണ്ടെങ്കിൽ കൺഫ്രണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് റിട്ടൺ സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യം ക്ലിയർ കട്ടായിട്ട് അഡ്മിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ പ്ലെയിനിൽ ഒരു കാര്യം ക്ലിയർ കട്ടായിട്ട് അഡ്മിറ്റ് ചെയ്യണം, അത് കൺഫ്രണ്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇൻഫോർമൽ ആയിട്ടുള്ള അഡ്മിഷൻസും ഇൻഫോർമൽ ആയിട്ടുള്ള വേറെ ലെറ്ററുകളിലോ വേറൊരു പ്രൊസീഡിങ്സിലോ അങ്ങനെ അല്ലെങ്കിൽ സെയിം പാർട്ടീസ് തമ്മിലുള്ള വേറൊരു സൂട്ടിലോ പ്രൊസീഡിങ്സിലോ ഉള്ളതാണെങ്കിൽ പോലും ദാറ്റ് ഷുഡ് ബി കൺഫ്രണ്ടഡ്. അതാണ് ഡോക്ട്രിൻ ഓഫ് ഫെയർ പ്ലേ. ഫെയർ പ്ലേന്റെ റൂൾ അതാണ്. അതായത് അയാളോട് കൺഫ്രണ്ട് ചെയ്ത് അയാൾക്ക് അത് ഉത്തരം പറയാനുള്ള, അതിനുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷൻ പറയാനുള്ള ചാൻസ് കൊടുക്കണം. അപ്പൊ ഇത്രയും റൂളിംഗ്സ് മാത്രമേ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു അഡ്മിഷൻസിനെ സംബന്ധിച്ചുള്ള കുറച്ച് ബേസ് റൂളിംഗ്സ്. ഇനി എന്താണ് ഒരു അഡ്മിഷൻ? ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എനി ഇൻഫറൻസ് എന്ന് പറഞ്ഞു, ഫോർ ആൻഡ് അഗെയിൻസ്റ്റ്. എനി ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഫോർ ആൻഡ് അഗെയിൻസ്റ്റ്. അപ്പൊ ഇതില് സാധാരണഗതിയിൽ സെൽഫ് ഡാമേജിങ് അഡ്മിഷൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. സെൽഫ് സർവിങ് അഡ്മിഷൻസും ഉണ്ട്. 3 സിറ്റുവേഷനിൽ സെൽഫ് സർവിങ് ഉണ്ട്. ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും സെൽഫ് ഡാമേജിങ് അഡ്മിഷൻസ് ആണ് ട്രയലുകളിൽ അല്ലെങ്കിൽ സൂട്ടുകളിലോ പ്രൊസീഡിങ്സിലോ വരുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഹൂ ക്യാൻ എന്നുള്ളത് ആദ്യം നോക്കാം. 18, 19, 20.
18 പറയുന്നത് അത് ഒരുപാട് ഇൻ ഡെപ്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് എന്തൊക്കെ ആർക്കൊക്കെയാണ് ഹു ക്യാൻ എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. 18 പറയുന്ന പാർട്ടി ടു ദ പ്രൊസീഡിങ്സ്, പ്ലെയിന്റിഫ്, ഡിഫൻഡന്റ്, പ്രോസിക്യൂഷൻ, ഡിഫൻസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള പാർട്ടീസ്, അതായത് ഡോക്കറ്റ് പാർട്ടീസ് എന്ന് പറയുന്ന ആൾക്കാര് പാർട്ടീസ് ടു ദ പ്രൊസീഡിങ്സ്. പാർട്ടി 2 പാർട്ടി ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ ഹാവിംഗ് പ്രൊപ്രൈറ്ററി ഓർ പെക്യുലറി ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏജന്റ് എന്നുള്ള നിലക്ക് പറയുന്നത്. 3 പേഴ്സൺ ഫ്രം ഹൂം ഇൻട്രസ്റ്റ് ഇസ് ഡിറൈവ്ഡ്, ആരുടെ ഒരു ലാൻഡ് ലോഡ് ടെനന്റ്, അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് ഇൻട്രസ്റ്റ് ഡിറൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ അഡ്മിഷൻസ്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഏജന്റ് എന്നുള്ള നിലയ്ക്ക് സിവിൽ പ്രൊസീഡിങ്സിൽ വരുന്നത്. ക്രിമിനൽ പ്രൊസീഡിങ്സിൽ ഏജൻസി ഉണ്ടോ? ക്രിമിനൽ ട്രയലിൽ ഏജൻസി ഉണ്ടോ? ഇതിപ്പോ സിവിലിലെ ബേസിക് റൂൾസ് ആണ്. പെക്യൂലർ ഇൻട്രസ്റ്റ് ഉള്ളവര്, ജോയിന്റ് കോഓണേഴ്സ് ഓഫ് ദ പ്രോപ്പർട്ടി, ജോയിന്റ് ഓണേഴ്സ് ഓഫ് ദ പ്രോപ്പർട്ടി, ലാൻഡ് ലോഡ് ടെനന്റ്, അതെല്ലാം സിവിൽ ലോയിലുള്ളതാണ്. മാസ്റ്റർ സെർവന്റ് അല്ല. ക്രിമിനൽ ലോയിലുണ്ടോ? ഏജൻസി ഉണ്ടോ? ഏജന്റിന്റെ അഡ്മിറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടോ ക്രിമിനൽ ലോയില്? എന്നാണ് പറഞ്ഞത്. എവിടെയാ, ഏത് സെക്ഷനിലാണ് ഉള്ളത്? സെക്ഷൻ ഓർമ്മയില്ല. 253(2) CRPC. 253(2) CRPC. Admitting through pleader. അതല്ല സാർ, ഒരു ഏജന്റ് ഒരു പ്രതി മറ്റൊരു പ്രതിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്നത്. ഒരു പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു പ്രതിനെ ബൈൻഡ് ചെയ്യുന്നത് എപ്പോഴാ? അക്കംപ്ലിസ് 30 അല്ല 30ലും പിന്നെ ഇവിടെ സെക്ഷൻ 10ലും 30ലുമാണ് 30ലും 10ലും കോൺസ്പിറേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ കോക്യൂസിന്റെ സംബന്ധിച്ചുള്ള അഡ്മിഷൻസ് പറയുന്നതാണ്. ക്രിമിനൽ ട്രയലിലെ ഏജൻസി വർക്ക് ചെയ്യുന്നത് ഒരു പ്രതിയുടെ മറ്റൊരു പ്രതിയെ ബൈൻഡ് ചെയ്യുന്നത് 10 സെക്ഷൻ 30. 133 അതിന്റെ എക്സ്റ്റൻഡ് റൂളാണ്. അക്കംപ്ലിസിന്റെ റൂൾസ് ആണ് 133 പറയുന്നത്. 114B ഉണ്ട്. പക്ഷെ അതിന്റെ വെയിറ്റ് പറയുന്നത് ചാപ്റ്റർ ഓഫ് റിലവൻസിയിൽ വരുന്നത് സെക്ഷൻ 10ഉം സെക്ഷൻ 30 ആണ്. അപ്പൊ അതാണ് ക്രിമിനൽ കേസിലെ ഏജൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിവിലിലെ ഏജൻസി എന്ന് പറയുന്നത് ഇത്തരം ആൾക്കാരാണ്. അടുത്തത് 19 and 20 ഡീൽസ് വിത്ത് തേർഡ് പാർട്ടി അഡ്മിഷൻസ്. 19 20 തേർഡ് പാർട്ടി അഡ്മിഷൻസ് ആണ്. അതിൽ 19 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളുടെ ഇൻട്രസ്റ്റ് മറ്റൊരാളെ ബാധിക്കുമെങ്കിൽ, അത് ഏറ്റവും ഫിപ്സന്റെ ഒരു ഏറ്റവും എളുപ്പമുള്ള ഇല്ലസ്ട്രേഷൻ അത് മാത്രം നോക്കാം. സ്റ്റാറ്റ്യൂട്ടുള്ള കുറച്ച് സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ആണ്. ഫിപ്സന്റെ ഒരു നല്ല ക്ലാസിക് എക്സാമ്പിൾ എന്ന് വെച്ചാല് പ്ലെയിന്റിഫ് എക്ക് എതിരെ സൂട്ട് കൊടുക്കുന്നു. എ ഒരു കണ്ടൻഷൻ എടുക്കുകയാണ്, ഞാനും ബിയും കൂടിയാണ് ഇത് കടം വാങ്ങിയത്, അതുകൊണ്ട് ബിയും കൂടി പാർട്ടിയാക്കേണ്ടതാണ്, നോൺ ജോയിന്റർ പാർട്ടിയാണിത്, ബിയും ഞാനും കൂടിയാണ് കടം വാങ്ങിയത് എന്ന് പറഞ്ഞൊരു തർക്കം എടുക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ബി ഒരു അഡ്മിഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ബി ഇസ് നോട്ട് എ പാർട്ടി ടു പ്രൊസീഡിങ്സ്, ബി ഏതെങ്കിലും ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു അഡ്മിഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ അഡ്മിഷൻ ക്യാൻ ബി പ്രൂവ്ഡ് ബൈ ദ പ്ലെയിന്റിഫ്. കാരണം വെച്ച് കഴിഞ്ഞാല് ബി ഈസ് ഓൾസോ ലയബിൾ എന്നുള്ളതാണ് എയുടെ തർക്കം. ആ ബിക്കെതിരെ സൂട്ട് കൊടുത്തിരുന്നെങ്കിൽ ബിയുടെ ആ അഡ്മിഷൻ റിലവന്റ് ആകുമായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ബി പാർട്ടീസ് ടു ദ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ പോലും, അതായത് തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും ദീസ് അഡ്മിഷൻസ് വിൽ ബി റിലവന്റ്. ദാറ്റ് ഓൾസോ ക്യാൻ ബി പ്രൂവ്ഡ് ബൈ ദ പ്ലെയിന്റിഫ്. അതിനുള്ള കോ ഡിഫൻഡന്റ് ആകണം എന്ന് നിർബന്ധമില്ല. കോ ഡിഫൻഡന്റ് ആണെങ്കിൽ എന്തായാലും ബൈൻഡിങ് ആണ്. കോ ഡിഫൻഡന്റ് അല്ലെങ്കിൽ പോലും തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും ബൈൻഡിങ് ആണ്. അതാണ് 19 പറയുന്നത്. 20 ഇതെല്ലാം ഈ 19, 20 ഒക്കെ വളരെ സ്ട്രേ ആയിട്ടുള്ള ഇംഗ്ലീഷ് കേസുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ ഒരിക്കലും ഇന്ത്യൻ ലോയിലെ ഡിസ്കഷൻസോ ഡിസിഷൻസോ ഒക്കെ കാണാറ് പോലും ഇല്ല. 20 പറയുന്നത് റെഫറി റൂളാണ്. അത് വില്യംസ് വേഴ്സസ് ഇന്നസ് 1805 ഒരു കേസിൽ നിന്നുള്ള ആ സെയിം ഇല്ലസ്ട്രേഷൻ ആണ് നമ്മളുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും ഉള്ളത്. ഒരു കുതിരേനെ മേടിക്കാൻ ചെല്ലുമ്പോൾ കുതിര ഒരാൾ ഗോ ആൻഡ് ആസ്ക് സി നോസ് ഓൾ അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നത് അതാണ് റെഫറി. ഒരാള് മറ്റൊരാളെ റെഫർ ചെയ്യാണ്. മറ്റൊരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആരെയാണോ റെഫർ ചെയ്യുന്നത് അയാളുടെ സ്റ്റേറ്റ്മെന്റ് ബൈൻഡിങ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയാണ്, ഒരാളൊരു ലോ കോളേജ് ചേരാൻ പോവാണ്. അപ്പൊ ഞാൻ പറയാണ് പ്രമോദ് സാറിനോട് ചോദിക്കും, എന്റെ ലോ കോളേജിൽ ചേരട്ടെ ചോദിക്കും. അപ്പൊ പ്രമോദ് സാറിനോട് ചോദിക്കും എന്ന് പറയുന്നത്. അങ്ങനെ പ്രമോദ് സാറിനോട് ചോദിക്കാൻ പറഞ്ഞാൽ പ്രമോദ് സാർ എന്താണ് പറയുന്നത് അത് എനിക്ക് ബൈൻഡിങ് ആണ്. അതാണ് റൂൾ ഓഫ് റെഫറി. ആരെയാണോ റെഫർ ചെയ്യുന്നത് റെഫറി പറയുന്നത് ബൈൻഡിങ് ആണ്. അപ്പൊ അത്ര മാത്രമേ ഏജൻസിനെ കുറിച്ച് നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. 18, 19, 20. ഇനി 21 ഇതില് കുറച്ച്
കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിഷൻസിന്റെ എന്ന് പറയുന്നത് 21 സെൽഫ് സർവിംഗ് അഡ്മിഷൻസ് ആണ് 21 പറയുന്നത്. അതായത് നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ്, എന്താണ് സെൽഫ് ഡാമേജിങ്, എന്താണ് സെൽഫ് സർവിംഗ്. വളരെ ഏറ്റവും ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ആള്, ഞാൻ എന്റെ ബുക്കില് ഞാനൊരു എൻട്രി നടത്തുകയാണ്. എന്റെ ബുക്കിൽ ഞാനൊരു എൻട്രി നടത്തുകയാണ്. അതായത് എനിക്ക് എക്സ് എനിക്ക് ഒരു 1000 രൂപ തരാനുണ്ട് എന്ന് ഞാൻ എന്റെ ബുക്കിൽ ഒരു എൻട്രി നടത്തുകയാണ്. എക്സിന്റെ ബുക്കിൽ ഒരു എൻട്രി നടത്തുകയാണ്. ഞാൻ അദ്ദേഹത്തിന് എക്സിന് ഞാൻ 1000 രൂപ കൊടുക്കാനുണ്ട്. ഇത് രണ്ടും എന്താ? ഇത് രണ്ടും സെൽഫ് സർവിംഗ് ആണ്. എന്റെ ബുക്കിൽ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് എനിക്ക് എക്സ് 1000 രൂപ തരാനുണ്ട്. എക്സിന്റെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ് എനിക്ക് റാൽഫ് 1000 രൂപ തരാനുണ്ട്. അത് രണ്ടും സെൽഫ് സർവിംഗ് ആണ്. ഞാൻ എന്റെ ബുക്കിൽ എഴുതി വെക്കുകയാണ്, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതി വെക്കുകയാണ് ഞാൻ എക്സിന് 1000 രൂപ കൊടുക്കാനുണ്ട്. ഞാൻ എക്സിന് 1000 രൂപ കൊടുക്കാനുണ്ട് എന്ന് എഴുതി വെക്കാം. അതെന്താണ്? അത് സെൽഫ് ഡാമേജിങ് ആണ്. അല്ല, ഞാൻ എന്റെ ഇൻട്രസ്റ്റിന് തന്നെ ഡാമേജ് ചെയ്യുന്നതാണ് സെൽഫ് ഡാമേജിങ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സൂട്ട് വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സൂട്ട് വരുന്നത് രണ്ടുപേരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഹാജരാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ എന്നെ സംബന്ധിച്ച് ഒരു സെൽഫ് സർവിംഗ് ഉണ്ട്, സെൽഫ് ഡാമേജിങ് ഉണ്ട്. അല്ല, സെൽഫ് ഡാമേജിങ് വിൽ ഹാവ് മോർ വെയിറ്റ്. മറ്റയാളെ സംബന്ധിച്ച് ഒരു സെൽഫ് സർവിംഗ് മാത്രമേ ഉള്ളൂ, സെൽഫ് ഡാമേജിങ് ഇല്ല. അപ്പൊ ഇതാണ് ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞതെന്ന് മാത്രം. എന്താണ് സെൽഫ് ഡാമേജിങ്, എന്താണ് സെൽഫ് സർവിംഗ്? സെൽഫ് സർവിംഗ് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആണോ ആയിരിക്കും, അല്ലെങ്കിൽ കൊറാബറേറ്റീവ് ആയിരിക്കും? സെൽഫ് സർവിംഗ് 34 ഒന്ന് നോക്കാം. സെക്ഷൻ 34 entries in the books of accounts including those maintained in an electronic form regularly kept in the course of business are relevant whenever they refer to a matter into which the court has to inquire, but such statements shall not alone be sufficient evidence to charge any person with liability. അതായത് അത് മാത്രം പോരാ. അത് മാത്രം പോരാന്ന് അതിന്റെ അർത്ഥം എന്താ? That is only corroborative piece. That is not a substantive evidence. That's a corroborative piece. അപ്പൊ ഇത് കൊറാബറേഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്റെ സ്വന്തം അക്കൗണ്ട് ബുക്കിലുള്ള, എന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള എനിക്ക് അനുകൂലമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുള്ള എൻട്രീസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എന്താ കൊറാബറേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ അത് ഡാമേജിങ് ആണെങ്കിലോ, ഞാൻ എക്സിന് കൊടുക്കാനുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ, ദാറ്റ് ഇസ് എ സെൽഫ് ഡാമേജിങ് അഡ്മിഷൻ. ദാറ്റ് ഇസ് എ സബ്സ്റ്റാൻറ്റീവ് പ്രൂഫ്. എക്സിന് അത് മാത്രം പ്രൂവ് ചെയ്താൽ മതി. എന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ഞാൻ എക്സിന് കൊടുക്കാൻ ഉണ്ട് എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം പ്രൂവ് ചെയ്തിട്ട് എസ് ക്യാൻ വിൻ ദ സൂട്ട്. അപ്പൊ അതാണ് ഈ കൊറാബറേറ്റീവ് ആണോ സബ്സ്റ്റാൻറ്റീവ് ആണോ എന്ന് നോക്കുന്നത്. അങ്ങനെയാണ്. സെൽഫ് ഡാമേജിങ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് ആയിരിക്കും, സെൽഫ് സർവിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് കൊറാബറേറ്റീവ് ആയിരിക്കും. അതാണ് അതിന്റെ ബേസിക് റൂൾ. ഇനി നമുക്ക് ഇതിൽ സെൽഫ് ഡാമേജിങ്ങും സെൽഫ് ഇതും പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെക്ഷൻ 21 രണ്ട് കീവേഡ്സിൽ കൂടിയിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൂഫ് ഓഫ് അഡ്മിഷൻ against person making them and by or on their behalf. ഇതിന്റെ ഹെഡിങ് ആണ് വായിച്ചത്. പ്രൂഫ് ഓഫ് അഡ്മിഷൻ against persons making them. against persons എന്ന് പറയുന്നതാണ് സെൽഫ് ഡാമേജിങ്. ആൻഡ് ബൈ or on their behalf അതാണ് സെൽഫ് സർവിംഗ്. സെൽഫ് സർവിംഗ് എന്നുള്ള സെൽഫ് ഡാമേജ് എന്നുള്ള വാക്ക് കാണില്ല. ഈ രണ്ട് വാക്കുകളിൽ നമ്മൾ അത് ഇൻഫർ ചെയ്യണം. എഗെയിൻസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡാമേജിങ് ആയിട്ടുള്ളത്, ബൈ or on behalf എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. ഈ സെക്ഷൻ വായിക്കാം. An admissions are relevant and may be proved as against the person who makes them. Against the person who makes them. And the self-damaging. അത് എക്സാമിന് പഠിക്കുന്ന കുട്ടികളൊക്കെ സൈഡിലൊന്ന് എഴുതി വെക്കണം. സെൽഫ് ഡാമേജിങ് അതാണ് against the person or his representative in interest, but they cannot be proved by or on behalf of the person. അതെന്താ? സെൽഫ് സർവിംഗ് പറ്റില്ല. Who makes them or by his representative in interest except in the following cases. താഴെ പറയുന്ന 3 സിറ്റുവേഷനിൽ മാത്രം സെൽഫ് സർവിംഗ് പ്രൂവ് ചെയ്യാം. ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും സെൽഫ് ഡാമേജിങ് ആണ് പ്രൂവ് ചെയ്യുന്നത്. അതിന് ഒരു ഇല്ലസ്ട്രേഷൻ സെൽഫ് ഡാമേജിങ് ആണ്. അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് തിരിച്ചു വരാം. ഇല്ലസ്ട്രേഷൻ എ എന്ന് നോക്കാം. ഇല്ലസ്ട്രേഷൻ എ. The question between A and B is whether a certain deed is or is not forged.
A affirms that it is genuine. B that is forged. ഞാൻ പറയാണ് ജെനുവിൻ ആണ്, എന്റെ ശത്രു പറയണത് ഫോർജ്ഡ് ആണ്. A may prove a statement by B. എനിക്ക് എന്റെ ശത്രുവിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാം. That the deed is genuine. അയാൾ ഇപ്പൊ പറയാണ് ഫോർജ്ഡ് ആണ്, പറയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജെനുവിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് അയാൾക്ക് പ്രൂവ് ചെയ്യാം. And B may prove a statement by A. എന്റെ ശത്രുവിന് എന്റെ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാം. That the deed is forged. ഞാൻ ഇപ്പൊ പറയാണ് ജെനുവിൻ ആണെന്ന്, നേരത്തെ പറഞ്ഞു ഫോർജ്ഡ് ആണ്. അപ്പൊ രണ്ടുപേർക്കും ഓപ്പോസിറ്റ് പാർട്ടി നടത്തിയ ഓപ്പോസിറ്റ് പാർട്ടിയുടെ സ്വന്തം ഇൻട്രസ്റ്റിനെതിരായിട്ട് പറഞ്ഞ സെൽഫ് ഡാമേജിങ് അഡ്മിഷൻസ് ഓപ്പോസിറ്റ് പാർട്ടിക്ക് പ്രൂവ് ചെയ്യാം. അതാണ് സെൽഫ് ഡാമേജിങ്ങിനെ സംബന്ധിച്ചുള്ള ഇല്ലസ്ട്രേഷൻ. ഇനി സെൽഫ് സർവിങ്ങിനെ കുറിച്ചുള്ള നോക്കാം. എപ്പോഴൊക്കെയാണ് സെൽഫ് സർവിങ് വരുന്നതെന്ന് നോക്കാം. ഒന്ന് 22(1). An admission may be proved by or on behalf of the person making it. അതാണ് സെൽഫ് സർവിങ്. സെൽഫ് സർവിങ് എന്നുള്ള വാക്കുകളില്ല, ബൈ ഓർ ഓൺ ബിഹാഫ് എന്ന് പറയുന്നതാണ് സെൽഫ് സർവിങ്. Making it when it is of such a nature that if the person making it were dead, it will be relevant as between third persons under section 32. 32 പറയുന്നത് 32 എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് ഡൈം ഡിക്ലറേഷൻ ആണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഡൈം ഡിക്ലറേഷൻ അല്ല, 32(2) ആണ് ഉദ്ദേശിക്കുന്നത്. 32(2) വരുന്ന റെഗുലർലി കെപ്റ്റ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 32 എന്ന് കാണുമ്പോൾ നമ്മൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്യരുത്, ഡൈം ഡിക്ലറേഷൻ ജമ്പ് ചെയ്യരുത്. പ്രത്യേകിച്ച് അതിന് ബിറ്റ്വീൻ തേർഡ് പേഴ്സൺസ് വേർ ഡെഡ് എന്നുള്ള വാക്കുള്ളത് കൊണ്ട് ഡൈം ഡിക്ലറേഷൻ അല്ല, അത് 32(2) ആണ്. അതിന്റെ ഇല്ലസ്ട്രേഷൻ സാർ ഇടുന്നില്ല അല്ലേ? നെറ്റിന്റെ ഇഷ്യൂ ആണോ? ഞാൻ സ്ഥലം കാര്യങ്ങൾ കൊടുക്കാൻ റെഡി ആയിരുന്നു, പൈസ കാര്യങ്ങൾ റെഡിയാണ്. സാറിന്റെ കണക്ഷൻ പോയിന്നോ? നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു സാറേ. അത് ചിലപ്പോ സാർ വേറെ ഇതിൽ നിന്ന് കയറുമല്ലോ. കിട്ടുന്നില്ല ഫോണിലും കിട്ടുന്നില്ല. അല്ല, ഞാൻ സാറിനെ വിളിച്ചിരുന്നു, സ്വല്പം കയറും. ശരി ശരി.
ഹലോ, കേൾക്കാമോ? കേൾക്കാം. യെസ് സാർ. കേൾക്കാം കേൾക്കാം. നെറ്റിനെന്തോ പ്രശ്നം പറ്റി. രണ്ടാമത് കയറാൻ പറ്റുന്ന വിചാരിക്കണം. ഒന്നും കൂടി ഞാൻ ഇതിലൊന്ന് ട്രൈ ചെയ്തിട്ടേക്കട്ടെ. ശരി ശരി. നമ്മള് പറഞ്ഞു വന്നത് 21. അപ്പൊ 21 ഒരാള് ക്യാപ്റ്റനെ സ്യൂ ചെയ്യാണ്. അയാള് ഷിപ്പ് റൂട്ട് മാറ്റി കൊണ്ടുപോയി എന്നുള്ളതിൽ അയാള് സ്യൂ ചെയ്യാണ്. അപ്പൊ ക്യാപ്റ്റന്റെ ബുക്സ് ലോഗ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അന്ന് അതാത് ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതുന്ന ബുക്കാണ്. ആ ലോഗ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ആ ലോഗ് ബുക്കിൽ എൻട്രീസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് നോട്ട് കാസ്റ്റഡ് അവേ, ഒറിജിനൽ കോഴ്സിൽ തന്നെയാണ് കൊണ്ടുപോയിരുന്നത് എന്ന് ലോഗ് ബുക്ക് നോക്കുമ്പോൾ അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്യാപ്റ്റൻ മരിച്ചു പോയിരുന്നെങ്കിൽ ആ ലോഗ് ബുക്ക് എൻട്രി അഡ്മിസിബിൾ ആയിരുന്നു. അതുകൊണ്ട് അത് സെൽഫ് സെർവിങ് അഡ്മിഷൻ ആണെങ്കിൽ പോലും ദാറ്റ് ലോഗ് ബുക്ക് എൻട്രി ക്യാൻ ബി യൂസ്ഡ് ബൈ ദ ക്യാപ്റ്റൻ. അയാൾ മരിച്ചു പോയിട്ടില്ല, അതുകൊണ്ടാണ് 32 എന്ന് പറയുന്നത്. 32(1) അല്ല ഉദ്ദേശിക്കുന്നത്, 32(2) ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് സെൽഫ് സെർവിങ് അഡ്മിഷൻസ് പെർമിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് അത് 32 വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അയാൾ മരിച്ചു പോയിരുന്നെങ്കിൽ ഉപയോഗിക്കാവുന്നത്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് 32(2) ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് 32(2) വരുന്നത്. or is made in the course of business. 32 മാത്രമല്ല, 3 and 4 ഒക്കെ വരും. 2 or is made in the course of business. When the statement was made by such person in the ordinary course of business, and in particular when it consists of any entry or memorandum made by him in books kept in the ordinary course of business, or in the discharge of his professional duty, or of an acknowledgement written or signed by him, or of the receipt of money, goods, securities, or property of any kind, or of a document used in commerce written or signed by him, or of the date of the letter or the other document usually dated, written or signed. അപ്പൊ അതൊക്കെയാണ് 32 വരുന്നത്. അപ്പൊ 32 വരുന്ന ടൈപ്പ് ഓഫ് എൻട്രീസ് ആണെന്നുണ്ടെങ്കിൽ ഈവൻ വെൻ ഇറ്റ് ഈസ് സെൽഫ് സെർവിങ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. അതാണ് ഇതിന്റെ 22(1) ഫസ്റ്റ് സിറ്റുവേഷൻ. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. 3 സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. സെക്കൻഡ് സിറ്റുവേഷൻ, അതിന്റെ റീഡിംഗ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. An admission may be proved by or on behalf of the person making it when it consists of a statement of the existence of a state of mind or body. State of mind നെ കുറിച്ചാണ് ഇതിൽ ഇല്ലസ്ട്രേഷൻ ഉള്ളത്. അത് നമുക്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാത്രം നോക്കാം. മൈൻഡ് ഓർ ബോഡി relevant or an issue made at or about the time when such state of mind or body exists and is accompanied by conduct rendering its falsehood improbable. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ there should be a statement and that statement should be in relation to the state of mind. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ if the state of mind is tallying with his conduct, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ that can be used. അത് illustration D. A is accused of receiving stolen goods knowing them to be stolen. He offers to prove that he refused to sell them below their value. A may prove these statements, though they are admissions, because they are explanatory of conduct influenced by fact in issue. അപ്പൊ അയാള് ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി റിസീവ് ചെയ്ത് തന്നെ, സ്റ്റോളൻ ഗുഡ്സ് നോയിങ് ടു ബി സ്റ്റോളൻ റിസീവ് ചെയ്ത് തന്നെയാണ് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് പ്രൂവ് ചെയ്യാം അയാള് അത് അണ്ടർ വാല്യൂ ഇല്ല, അത് വില കുറച്ച് കൊടുക്കാനായിട്ട് അയാൾ തയ്യാറായിരുന്നില്ല. ഞാൻ വില കുറച്ച് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വില കുറച്ച് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം എന്താ? അത് പ്രോപ്പർട്ടി വാല്യൂ ഉള്ള പ്രോപ്പർട്ടിയാണ്, ഇത് മോഷണ മുതലല്ല, അതുകൊണ്ട് ഞാൻ വില തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് സെൽഫ് സർവിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇഫ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ടാലിയിങ് വിത്ത് മൈ കോണ്ടാക്ട്, ഇതിന്റെ കോണ്ടാക്ട് എന്താ? നോട്ട് സെല്ലിംഗ് ഇറ്റ് അണ്ടർ വാല്യൂ, വില കുറച്ച് വിൽക്കാത്തതാണ് കോണ്ടാക്ട്. ആ കോണ്ടാക്റ്റും എന്റെ സ്റ്റേറ്റ്മെന്റും, ഞാൻ വില കുറച്ച് തരില്ല എന്നുള്ളതും ഞാൻ വില കുറച്ച് കൊടുത്തിട്ടില്ല എന്നുള്ള ആ കോണ്ടാക്റ്റും, ഇഫ് ദേ ബോത്ത് ആർ ടാലിയിങ്, that can be used as a statement, that as a self-serving admission. വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇത് മോഷണം മുതലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഇത് ജെന്യുവൻ പ്രോപ്പർട്ടി ആയിരുന്നു എന്റെ വിശ്വാസം, അതുകൊണ്ടാണ് ഞാൻ വില കുറച്ച് കൊടുക്കാറുള്ളത്, അതുകൊണ്ടാണ് വില കുറച്ച് തരില്ല എന്ന് ഞാൻ പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ. അതായത് ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് നമ്മൾ കോണ്ടാക്ട് ആയിട്ട് ടാലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ that can be used. 3, an admission may be proved by or on behalf of the person making it
if it is relevant otherwise than an admission. അത് കോണ്ടാക്ട് എന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഇല്ലസ്ട്രേഷൻ കാണിക്കുന്നത്. ഇല്ലസ്ട്രേഷൻ ഇ. A is accused of fraudulently having in his possession counterfeit coin which he knows to be counterfeit. He offers to prove that he asked a skillful person to examine the coin as he doubted whether it was counterfeit or not, and that person did examine it and told him it was genuine. A may prove these facts for the reasons stated in the last preceding illustration. Our statement എന്നല്ല പറയുന്നത് he can prove these facts. അതാണ് ഇല്ലസ്ട്രേഷൻ ഡിയും ഇയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമാണ്. ഇല്ലസ്ട്രേഷൻ ഡിയിലെ മൂന്നാമത്തെ ലൈനിൽ എ മേ പ്രൂവ് ദിസ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത് എ മേ പ്രൂവ് ദിസ് ഫാക്ട്സ്. സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചല്ല, ഫാക്ട്സിനെ കുറിച്ചാണ്. അപ്പൊ ഫാക്ട്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഇയാളുടെ കോണ്ടാക്ടുകളാണ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ വില കുറച്ച് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഞാനത് ജെനുവിൻ ആണോ എന്ന് നോക്കാനായിട്ട് ഞാൻ ഒരാളുടെ അടുത്ത് പോയിരുന്നു, ഒരാളെ കാണിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും അടങ്ങുന്ന കോണ്ടാക്ടുകളോ പ്രൂവ് ചെയ്യാം. ഈ 3 സിറ്റുവേഷൻസ് ആണ് സെൽഫ് സെർവിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒരു കേസിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി എല്ലാ സിറ്റുവേഷനിലും സെൽഫ് ഡാമേജിങ് അഡ്മിഷൻസ് ആണ് പ്രൂവ് ചെയ്യുന്നത്. ആ സെൽഫ് ഡാമേജിങ് അഡ്മിഷൻസ് പ്രൂവ് ചെയ്യുന്ന എപ്പോഴും ഓപ്പോസിറ്റ് പാർട്ടി ആയിരിക്കും. സെൽഫ് സെർവിങ് പ്രൂവ് ചെയ്യുന്നത് സ്വന്തം പാർട്ടി ആയിരിക്കും. ആർക്കാണോ അത് വേണ്ടത് അയാളായിരിക്കും പ്രൂവ് ചെയ്യുന്നത്. സെൽഫ് ഡാമേജിങ് എപ്പോഴും പ്രൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് പാർട്ടി ആയിരിക്കും. അതാണ് ഇതിന്റെ ഒരു സെക്ഷൻ 21ന്റെ ബേസിക് ഐഡിയ. 22 23 അത് നമുക്ക് പെട്ടെന്ന് പോകാവുന്ന 2 സിറ്റുവേഷൻസ് ആണ്. 22 ചില സിറ്റുവേഷൻസിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സെക്ഷൻ 65ലേക്ക് പോയിട്ട് സെക്കൻഡറി എവിഡൻസിന്റെ റൂൾസ് നോക്കേണ്ടി വരും. പക്ഷെ നമ്മളിപ്പോ ഈ ഒരു ചെറിയൊരു സമയത്തിൽ നമ്മൾ അത് ഉദ്ദേശിക്കുന്നില്ല. 22ന്റെ റീഡിങ് ഇങ്ങനെയാണ്: ഓറൽ അഡ്മിഷൻസ് ആസ് ടു ദ കണ്ടന്റ്സ് ഓഫ് എ ഡോക്യുമെന്റ് ആർ നോട്ട് റെലവന്റ് unless and until the party proposing to prove them shows that he is entitled to give secondary evidence. അത് നേരത്തെ പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൽ ഒരു ഇൻഡെപ്ത് പോകുന്നില്ല, എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരാള് ഒരു ഡോക്യുമെന്റിന്റെ കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞ സെൽഫ് ഡാമേജിങ് അഡ്മിഷൻ വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. തൽക്കാലം നമ്മൾ അതിലേക്ക് മാത്രം കൺഫേം ചെയ്യാം. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 65ലേക്ക് പോകേണ്ടി വരും. അത് വേണ്ട. അതിന്റെ ഇല്ലസ്ട്രേഷൻ ആയിട്ട് വേണമെങ്കിൽ ഇല്ലസ്ട്രേഷൻ 21ന്റെ ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ തന്നെ അതിൽ ഉപയോഗിക്കാം. 21ന്റെ ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ. A may prove a statement by B that the deed is genuine. ആ സിറ്റുവേഷൻ തന്നെയാണ് ഈ ഓറൽ അഡ്മിഷൻസ് സംബന്ധിച്ചുള്ള 22ൽ വരുന്ന ഒരു സിറ്റുവേഷൻ. അതാണ്. വേറെ ഒരുപാട് ധാരാളം സിറ്റുവേഷൻസ് ഉണ്ട്. അത് കുറച്ച് സമയം എടുക്കുന്ന സിറ്റുവേഷൻ ആണ്. 65ൽ വരുന്ന പറയാത്ത 63ൽ പറയാത്ത മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സെക്കൻഡറി എവിഡൻസ് കൂടി 22ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോട്ട് ടു ഹാവ് ബീൻ അണ്ടർ സെക്ഷൻ 65. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് ഇവിടെയാണ് 21ലാണ് 22ലാണ് വന്നിട്ടുള്ളത്. അത് വേറൊരു സമയത്ത് നമുക്ക് നോക്കാം. 23 admission in civil cases when relevant. In civil cases no admission is relevant if it is made either upon an express condition that the evidence of it not to be given or under circumstances from which the court can infer that the parties agreed together that evidence of it should not be given. അതാണ് നമ്മൾ ഈ അദാലത്ത്, സെറ്റിൽമെന്റ് ടോക്കുകൾ, അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ്. ആ സ്റ്റേറ്റ്മെന്റ്സ് പ്രൂവ് ചെയ്യാൻ സമ്മതിക്കില്ല. ആ അഡ്മിഷൻസ് അവിടെ പറഞ്ഞിട്ടുള്ള അഡ്മിഷൻസ് പ്രൂവ് ചെയ്യാൻ സമ്മതിക്കില്ല. അതിന്റെ റൂളാണ് ഓപ്പണിംഗ് ഷോർട്ട് റൂൾ എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ഷോർട്ട് റൂളിന്റെ പ്രിൻസിപ്പിൾ അതാണ്: ഒരാളൊരു കാര്യം സെറ്റിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്മതിച്ച ആ ഫാക്ട് എക്സ്പ്രസ് ആയിട്ടോ അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടോ കാണാൻ പറ്റുകയാണ്. അതായത് അത് കോടതിയിൽ പറയില്ല എന്നുള്ള ധാരണയോടെയാണ് പറഞ്ഞത് എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും പ്രൂവ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. അതാണ് 23. ഇനി ബാക്കി വരുന്ന ഭാഗങ്ങള് കൺഫെഷൻസ് ആണ്. കൺഫെഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആണ്. നമ്മൾ ആദ്യമേ തന്നെ നോക്കി, അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺഫെഷന്റെ ധാരാളം ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ പല പ്ലാറ്റ്ഫോമിലായിട്ട് കഴിഞ്ഞതുകൊണ്ട് നമ്മളൊരു വളരെ ഇൻഡെപ്ത് ആയിട്ട് അത് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ സമയം ഏതാണ്ട് 8 മണിയാറായി. അപ്പൊ അതിൽ നമുക്കൊരു കുറച്ച് കൺഫൈൻ ചെയ്ത് നോക്കാം. എങ്ങനെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒരു ഷമീൻ സാർ, ഞാൻ വേറെ ഇൻസ്ട്രുമെന്റിന് കയറാണ്. ഓക്കെ സാർ, ഓക്കെ.
കേൾക്കാമോ? കേൾക്കാം. ശരി. അപ്പൊ അതില് 24 to 30 അത് എപ്പോഴൊക്കെയാണ് അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബേസിക് റൂൾസ് മാത്രം എന്താണെന്ന് നോക്കാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺഫെഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആണ്. ഒരു ഒഫൻസിനെ സംബന്ധിച്ചുള്ള ഗിൽറ്റിന്റെ അഡ്മിഷൻ ആണ് കൺഫെഷൻ. അത് ഇന്ത്യൻ ലോയില് അത് അങ്ങനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ആദ്യമായിട്ട് നമ്മള് സാധാരണ നോക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഡിസ്കഷൻ വരുന്നത്, അല്ലെങ്കിൽ സ്റ്റീഫന്റെ ഡെഫിനിഷനിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യൻ ലോയില് ഇത് അപ്ലൈ ചെയ്യുന്നത് പക്കാല നാരായണ സ്വാമിയിലാണ്. പക്കാല നാരായണ സ്വാമി വേഴ്സസ് എംപറർ 1939 പ്രിവി കൗൺസിൽ പേജ് 49. 1939 പ്രിവി കൗൺസിൽ 49. നമുക്ക് എല്ലാവരും സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഡിസിഷനാണ് പക്കാല നാരായണ സ്വാമി വേഴ്സസ് എംപറർ. ലോർഡ് ആറ്റ്കിന്റെ ഡിസിഷനാണ്. അത് നമ്മൾ സാധാരണ റെഫർ ചെയ്യുന്നത് സെക്ഷൻ 32 32(1) ഡൈൻ ഡിക്ലറേഷൻ സംബന്ധിച്ചാണ് അത് സാധാരണ റെഫർ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ കൺഫെഷൻ സംബന്ധിച്ചാണ്. കൺഫെഷൻ അതില് സ്റ്റീഫന്റെ ഡെഫിനിഷൻ ഒരു റെഫർ ചെയ്യുന്നുണ്ട്. സ്റ്റീഫന്റെ ലോ ഓഫ് ഡൈജസ്റ്റില് ആർട്ടിക്കിൾ 22 ഇപ്രകാരമാണ് കൺഫെഷൻ ഡിഫൈൻ ചെയ്യുന്നത്. Confession is an admission made at any time by a person charged with a crime, stating or suggesting the inference that he committed the crime. Stating or suggesting an inference that he committed the crime. അത്തരത്തിലായിരുന്നു ഇതിന്റെ ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് കൊണ്ട് നോക്കിയാൽ എങ്ങനെയാണ് ഇത് ഇന്ത്യൻ ലോയിലേക്ക് വന്നപ്പോൾ ഇത് മാറിയതെന്ന് നോക്കാം. ഒന്നുകൂടി സ്റ്റീഫന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി വായിക്കാം. At any time suggesting an inference that he committed the crime. അതൊന്ന് ഓർമ്മയിൽ വേണം, എന്നാലും മാത്രം എന്താണ് അതിന്റെ ഇമ്പാക്ട്, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ലോയിൽ വരുമ്പോൾ അതിൽ മാറ്റം വന്നതെന്നുള്ള മനസ്സിലാവും. സ്റ്റേറ്റിംഗ് ഓർ സജസ്റ്റിംഗ് ആൻ ഇൻഫറൻസ് ദാറ്റ് ഹി കമ്മിറ്റഡ് ദ ക്രൈം എനി ടൈം. ഈ കേസിൽ നാരായണസ്വാമിയിൽ സംഭവിച്ചത് 1937 മാർച്ച് 23 മരിച്ച ആളുടെ ബോഡി ഒരു ട്രങ്കിൽ കാണുകയും, ട്രെയിനിലെ ഒരു ട്രങ്കിൽ കാണുകയും അതിനെ സംബന്ധിച്ച് ട്രയൽ നടക്കുകയാണ്. അപ്പൊ അതില് ഈ ആരുടെ വീട്ടിലാണോ, പ്രതിയുടെ വീട്ടില് ഇയാൾ ചെന്നിരുന്നുവെന്നും മാർച്ച് 21 രാത്രി അയാളോട് താമസിച്ചിരുന്നുവെന്നും പിറ്റേന്ന് അയാൾ എന്റെ വീട്ടിൽ നിന്ന് പോയി, അതായിരുന്നു പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് that gives a strong inference that he has got some involvement in the case. അത് വെച്ചിട്ട് അത് that was treated as a confession, and on the basis of that confession they were convicted. That was one of the reasons. പക്ഷെ അവസാനം സുപ്രീം കോർട്ട് അത് എസ് ചെയ്തു, പ്രിവി കൗൺസിൽ വന്നപ്പോൾ അത് എസ് ചെയ്തിട്ട് ബാക്കി എവിഡൻസ് വെച്ചിട്ട് കൺവിക്ട് ചെയ്തു. പക്ഷെ ഇത് അയാളിന്റെ മരിച്ച ആള് എന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്നും 23 ബോഡി കാണുന്നത്, 21 രാത്രി അവിടെ ഉണ്ടായിരുന്നുവെന്നും 22 എന്റെ വീട്ടിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് എ സ്ട്രോങ് ഇൻഫറൻസ് ദാറ്റ് യു ആർ ഇൻവോൾവ് ഇൻ ദ കേസ് എന്ന് പറഞ്ഞു. അത് ഇവിടെ വന്നപ്പോ നമ്മുടെ ഇന്ത്യ പ്രിവി കൗൺസിൽ വന്നപ്പോ ആ ഡെസിഷൻ എടുക്കാനായിട്ട് സമ്മതിച്ചില്ല. അതില് ഇവിടെ പ്രിവി കൗൺസിൽ 39 പ്രിവി കൗൺസിൽ അത് ഇങ്ങനെ ഡിഫൈൻ ചെയ്തു: നോ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് സെൽഫ് എക്സ്കൾപ്പേറ്ററി മാറ്റർ ക്യാൻ amount to a confession if the exculpatory statement is of some fact which if true would negativate the offense alleged to be confessed. അപ്പൊ ഇതിൽ ഇയാൾ എന്താ പറഞ്ഞത്? 21 എന്റെ വീട്ടിൽ വന്നിരുന്നു, അതിനുശേഷം അവിടെ നിന്ന് പോയി. അപ്പൊ അതിൽ എക്സ്കൾപ്പേറ്ററി സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡഡ് ആണ്. 21 അയാൾ അവിടെ നിന്ന് പോയി, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ആ എക്സ്കൾപ്പേറ്ററി സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ, അവിടുന്ന് പോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുണ്ടെങ്കിൽ ദിസ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ കൺഫെഷൻ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അവർ താഴേക്ക് പറഞ്ഞു കൺഫെഷൻ എങ്ങനെയായിരിക്കണം? എ കൺഫെഷൻ മസ്റ്റ് എയ്തർ അഡ്മിറ്റ് ഇൻ ടേംസ് ഓഫ് ദ ഒഫൻസ് or at any rate substantially all the facts which constitute the offense. An admission of a gravely incriminating fact, even a conclusively incriminating fact, is not of itself a confession. വളരെ ഇൻക്രിമേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ആണെങ്കിൽ പോലും കൺഫെഷൻ അല്ല. കൺഫെഷൻ ആണെങ്കിൽ അത് ഇൻ ടേംസ് ദാറ്റ് ഷുഡ് അഡ്മിറ്റ് ഗിൽറ്റ്. അപ്പൊ അയാൾ തലേദിവസം വീട്ടിലുണ്ടായിരുന്നു, അന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങി, പിറ്റേ ദിവസം എന്റെ വീട്ടിൽ നിന്ന് പോയി. അത് ഗ്രേവ്ലി ഇൻക്രിമേറ്റിംഗ് ആകാം, അങ്ങനെയാണെങ്കിൽ പോലും ദാറ്റ് ഇസ് നോട്ട് കൺഫെഷൻ, ദാറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ കൺഫെഷൻ. അതാണ് ഇതിൽ പറഞ്ഞത്. അതിനുശേഷം അത് ഇന്ത്യൻ ലോയിൽ വന്നപ്പോൾ 1952 സുപ്രീം കോർട്ട് 354 പർവീന്ദർ കൗറിൽ വന്നപ്പോൾ ഇന്ത്യൻ ലോയിൽ അത് ആക്സെപ്റ്റ് ചെയ്തു. 52 സുപ്രീം കോർട്ട് 354. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ ലോയിൽ കൺഫെഷനെ കുറിച്ചുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ധാരണ വരുന്നത്. അങ്ങനെയാണ് ഇറ്റ് ഷുഡ് ഇൻ ടേംസ് അഡ്മിറ്റ് ദ ഗിൽറ്റ്, അങ്ങനെയുള്ളത് മാത്രമേ കൺഫെഷൻ ആകൂ. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ ലോയിലുള്ള സിറ്റുവേഷൻ. അതാണ്.
ഇനി കൺഫെഷൻ 1-2 ബേസും കൂടി നമുക്ക് നോക്കിയിട്ട് പെട്ടെന്ന് അടുത്ത ഇതിലേക്ക് നീങ്ങാം. കൺഫെഷൻ എന്ന് പറയുന്നത് റിപ്പൻഡൻസിന്റെ ആയിരിക്കും. റിപ്പൻഡൻസിൽ നിന്ന് റിമോഴ്സിൽ നിന്നായിരിക്കണം കൺഫെഷൻ. അതാണ് അതിന്റെ ബേസിക് റൂൾ. കുറ്റബോധത്തിൽ നിന്ന് പാപം ഭാരം ഏറ്റെടുത്ത് കൺഫസ് ചെയ്യാനുള്ള തീരുമാനത്തോടെയുള്ള കൺഫെഷനാണ്. അതാണ് ട്രൂ കൺഫെഷൻ എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്മെന്റ്, ത്രെട്ട്, പ്രോമിസ്, ഈ 3 വിഷ്യേറ്റിംഗ് എലമെന്റ്സും ഇല്ലാത്ത ട്രൂ ആയിട്ടുള്ള കൺഫെഷനാണ് അഡ്മിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള കൺഫെഷൻ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ബേസിക് റൂൾ. അതാണ് ഇതില്ലാത്ത കൺഫെഷൻ ഏതാ? ഗിൽറ്റിന്റെ റിമോഴ്സ് ഇല്ലാത്ത കൺഫെഷൻ എപ്പോഴാ? റിമോഴ്സ് ഇല്ലാത്ത കൺഫെഷൻ ഉണ്ട്, അതേതാ? പാർഡനിങ് പ്രോസസ്സിൽ പാർഡൻ കിട്ടാൻ വേണ്ടി പറയുന്ന കൺഫെഷൻ. പാർഡൻ കിട്ടാൻ വേണ്ടി പറയുന്നത് ഒരിക്കലും റിമോഴ്സിൽ നിന്ന് റിപ്പൻഡൻസിൽ നിന്നല്ല, കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ്. പ്രോസിക്യൂഷന്റെ ഓഫർ കൊടുക്കുമ്പോൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ട് പാർഡൻ കിട്ടാൻ വേണ്ടി പറയുന്നതാണ് പാർഡനിങ് പ്രോസസ്സിൽ 306-ലോ 307-ഓ CRPC വരുന്ന കൺഫെഷൻസ്. അതിന്റെ റൂള് റിപ്പൻഡൻസ് അല്ല, റിമോഴ്സ് അല്ല. അത് വെറുതെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പറയുന്ന സിറ്റുവേഷൻസ് ആണ്. ബാക്കി എല്ലാത്തിന്റെ ബേസ് റൂൾ ഇതാണ്. ഇറ്റ് ഷുഡ് ബി വോളണ്ടറി, ഇറ്റ് ഷുഡ് കം ഫ്രം റിമോഴ്സ്, ഇറ്റ് ഷുഡ് കം ഫ്രം റിപ്പൻഡൻസ്. അതാണ് കൺഫെഷന്റെ ബേസിക് ഐഡിയ. അത് 4 തരത്തിലാണ് ഇന്ത്യയിൽ അത് ഡിഫൈൻ ചെയ്തത്. ഒന്ന് പ്രൈവറ്റ് പേഴ്സൺ. അത് പ്രത്യേകിച്ച് ഒരിടത്തും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ വല്ലതും ചോദിക്കാറുണ്ട് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് കൺഫെഷൻ ടു എ പ്രൈവറ്റ് പേഴ്സൺ, അത് അഡ്മിസിബിൾ ആണ് അല്ലെങ്കിൽ അത് റിലവന്റ് ആണ് എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എവിടെയാ പറഞ്ഞിട്ടില്ല? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നൂറോ? ഓയ് ഇല്ലേ, ഞാനിപ്പോ 30 വേഗം വന്നാണ്. വീണ്ടും കട്ട് ചെയ്ത് പോയി. കേൾക്കാമോ? ഓക്കെ സാർ. ആകെ പ്രശ്നമാണ് എന്തിവിടെ ഇടിവിട്ട് മഴ കറണ്ടും പോകുന്നു. അപ്പൊ അതാണ് കൺഫെഷന്റെ ബേസിക് ഐഡിയ. അതാണ് അതില് ഒരു പ്രൈവറ്റ് പേഴ്സണിനോട് പറയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു സെൽഫ് ഡാമേജിങ് അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് എന്നുള്ള നിലയ്ക്കാണ് അത് അഡ്മിസിബിൾ ആവുന്നത്. 24-ൽ പറയുന്നത് പേഴ്സൺ അതോറിറ്റിനെ സംബന്ധിച്ചാണ്. പേഴ്സൺ അതോറിറ്റിയിൽ നിന്ന് വരുന്ന കൺഫെഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ്മെന്റ്, ത്രെട്ട്, പ്രോമിസ്, ഈ 3 വിഷ്യേറ്റിംഗ് എലമെന്റ്സും ഉണ്ടാകരുത്. ഈ 3 വിഷ്യേറ്റിംഗ് എലമെന്റ്സ് ഇല്ലാത്ത വോളണ്ടറി ആയിട്ടുള്ള കൺഫെഷൻസ് ആണ് സെക്ഷൻ 24-ൽ അഡ്മിസിബിൾ ആയിട്ട് പറയുന്നത്. സെക്ഷൻ 25-ലേക്ക് വരുമ്പോൾ കൺഫെഷൻ ടു എ പോലീസ് ഓഫീസർ അത് പ്രൂവ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല, എക്സെപ്റ്റ് വെൻ ഇറ്റ് റിലേറ്റ്സ് ടു ദ ഡിസ്കവറി ഓഫ് എ ഫാക്ട്. 26-ൽ വരുമ്പോൾ അത് ജുഡീഷ്യൽ കൺഫെഷൻ ആയിരിക്കണം. ഇൻ ദ കസ്റ്റഡി ഓഫ് എ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ടു എ മാജിസ്ട്രേറ്റ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് റെക്കോർഡ് അണ്ടർ പ്രോപ്പർലി 164 CRPC അനുസരിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു കൺഫെഷൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അഡ്മിസിബിൾ അണ്ടർ സെക്ഷൻ 26. ഇതാണ് 4 തരത്തിലുള്ള നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചുരുക്കി പറയാവുന്ന തരത്തിലുള്ള 4 തരത്തിലുള്ള സിറ്റുവേഷൻസ്. ഇതാണ്, ഇങ്ങനെയാണ് കൺഫെഷൻസ് വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, പ്രൈവറ്റ് പേഴ്സണോട് പറയുന്ന കൺഫെഷൻ, അതായത് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻസ്. 2, ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിലുള്ള സമയത്ത്, പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സമയത്ത് ജുഡീഷ്യറിയോട് പറഞ്ഞത്, അതായത് മജിസ്ട്രേറ്റിനോട് പറഞ്ഞത്, കമ്മിങ് അണ്ടർ സെക്ഷൻ 26. 3-ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പോലീസിനോട് പറഞ്ഞ കൺഫെഷൻ, അതിന്റെ ആ ഒരു പാർട്ട് വിച്ച് ഡിസ്റ്റിങ്ക്ട്ലി കണക്ട്സ് ടു റിലേറ്റ്സ് ടു ദ ഫാക്ട് ദെയർബൈ ഡിസ്കവേർഡ്, സെക്ഷൻ 27-ൽ വരുന്ന ടൈപ്പ് ഓഫ് കൺഫെഷൻ. അതാണ് സാധാരണഗതിയിൽ ക്രിമിനൽ ട്രയലിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സെക്ഷൻ 27-ൽ വരുന്ന കൺഫെഷൻ ആണ്. അതിന്റെ റൂള് അതിൽ പക്ഷെ ഒരിടത്തും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ കൺഫെഷനും ഇൻഡ്യൂസ്മെന്റ്, ത്രെട്ട്, പ്രോമിസ്, ഇത് 3ഉം ഈ വിഷ്യേറ്റിംഗ് എലമെന്റ്സ് ഇല്ലാത്ത ഫ്രീ ആൻഡ് വോളണ്ടറി ആയിട്ടുള്ള കൺഫെഷൻസ് ആയിരിക്കണം.
സെക്ഷൻ 27-ലാണെങ്കിലും കൺഫെഷൻ അഡ്മിസിബിൾ ആകുന്നത്. ഇതാണ് കൺഫെഷന്റെ റൂൾസ്. ഇതാണ് നമ്മൾ കൺഫെഷൻ പല ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ആയിട്ട് ഉള്ളത് കൊണ്ടാണ് കൺഫെഷൻ എന്നുള്ളത് ചുരുക്കി പറഞ്ഞത്. ഇനി ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഹാൻഡ് റൈസ് ചെയ്താല് സോ ദാറ്റ് ഹോസ്റ്റിന് സാർ ഈ കൺഫെഷൻ ഈ കസ്റ്റംസ് ഓഫീസറുടെ കസ്റ്റഡിയിലാണെങ്കിൽ അതിന്റെ ഇത് പോലീസിന്റെ കസ്റ്റഡിയിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് സാർ? ആ ലേറ്റസ്റ്റ് ഡിസിഷൻ ഉണ്ടല്ലോ, അതായത് തോഫാൻസിങ് നോക്കുക. അപ്പൊ അതിൽ പറഞ്ഞാല് ലേറ്റസ്റ്റ് പൊസിഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ഓൾസോ ഇസ് ഹിറ്റ് എന്നുള്ളതാണ്. ആർക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അധികാരമുള്ള എല്ലാ ആൾക്കാരും they have to be treated as police officers within the meaning of section 25. അതാണ് ഇപ്പോഴത്തെ വ്യൂ. അതാണ് ലേറ്റസ്റ്റ് വ്യൂ. അതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഹിറ്റ് ബൈ സെക്ഷൻ 20. ആ ലേറ്റസ്റ്റ് നോക്കിയാ റെഫറൻസ് നോക്കിയാ. ഗുഡ് ഈവനിങ് സർ. സാർ ഈ പോസ്കോ കേസിലെ ചില കുട്ടികള് ഇപ്പോ പിന്നെ രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വേണ്ടി കളവായിട്ടൊരു മൊഴി 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റുമോ? അത് ആ കുട്ടി സത്യമാണെന്ന് പിന്നീട് അവര് അത് സത്യമല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിനെന്തെങ്കിലും വഴിയുണ്ടോ? കുട്ടിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, കുട്ടിയെ പ്രോസിക്യൂട്ട് ഇല്ല, അത് മൊഴി തെറ്റാണ് എന്ന് രേഖപ്പെടുത്താനാണ്. ട്രയലിൽ കൊണ്ടുവന്നതല്ലാതെ ഇപ്പൊ അത് പിന്നെ ഈ കുട്ടി പറയുന്നത് ആദ്യം പറഞ്ഞത് കളവാണ് എന്ന് പറയാൻ നമുക്ക് അഡ്മിഷൻ നമ്മൾ ഓൾറെഡി 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള പോലെ പോകണം. അല്ല, അതിന് മാറ്റി പറയാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതെ, മാറ്റി പറഞ്ഞാല് വേണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ വന്നിട്ട് മാറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പെർജുറിക്ക് വേണമെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാം. ആദ്യം പറയുന്നത് 164 കൊടുക്കുന്ന ഓൺ ഓത്ത് ആണല്ലോ. ഓൺ ഓത്ത് കൊടുത്തിട്ട് വേറെ കോൺട്രാ സ്റ്റേറ്റ്മെന്റ് കൊടുത്താല് പോസിബിൾ ആണ്, പെർജുറി പോസിബിൾ ആണ്. അതായത് നമുക്ക് അക്യൂസിനെ നമുക്ക് എന്തെങ്കിലും ഗുണകരാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ കുട്ടിയുടെ. അത് ആ കുട്ടിക്കെതിരെ പ്രോസിക്യൂഷൻ വരുമോ? ഇല്ല, കുട്ടിക്കെതിരെ വരില്ല. അതല്ല തന്നെ അതിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, കുട്ടീനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, കുട്ടിയുടെ രക്ഷിതാവ് അവന് എന്തെങ്കിലും പിന്നെ അബൻമെന്റ് അങ്ങനെ അവര് പ്രേരിപ്പിച്ചതാണെന്നുള്ള രീതിയിൽ അങ്ങനെ വല്ലതും വരുമോ? അത് ഇതുവരെ കണ്ടിട്ടില്ല, വന്നുകൂടാന്നില്ല. ഇപ്പൊ വരേണ്ട സമയമായിട്ടുണ്ട്. ഒരുപാട് കേസുകളില് അനാവശ്യമായിട്ട് ഇപ്പൊ ഫാമിലി ഡിസ്പ്യൂട്ടുകൾ തീർക്കാനൊക്കെ ആയിട്ട് ഒരുപാട് കേസുകളിൽ കേസ് കൊടുക്കാനുള്ള ലീഗൽ ഇംപ്ലിക്കേഷൻ ഇതാണ്. ഒരു ഡിഫറൻറ്റ് സ്റ്റേറ്റ്മെന്റ് ഓൺ ഓത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻ ബി പ്രോസിക്യൂട്ടഡ് ഫോർ പെർജുറി. രണ്ട് കോൺട്രാ സ്റ്റേറ്റ്മെന്റുകൾ വന്നു കഴിഞ്ഞാൽ അത് കോൺട്രഡിക്ടറി ആയിരിക്കണം, ടോട്ടലി കോൺട്രഡിക്ടറി ആയിരിക്കണം, വിൽഫുൾ ആയിരിക്കും. ഇപ്പൊ ഒരാള് മാറി പറഞ്ഞു ഇയാളാണെന്നുള്ള ധാരണയിൽ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ കുട്ടി ഡ്രങ്ക് ആയിരുന്നു എന്നായിരിക്കാം, അല്ലെങ്കിൽ കുട്ടി ഒരു മെഡിക്കേഷനിലായിരുന്നു, അല്ലെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലില് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സിറ്റുവേഷനിലായിരുന്നു. ഡോക്ടർ മിസ്യൂസ് ചെയ്തെന്ന ധാരണയിൽ പറഞ്ഞു, പിന്നീടാണ് മനസ്സിലാകുന്നത് ഡോക്ടർ മിസ്യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കൊടുക്കാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ക്യാൻ ബി പ്രോസിക്യൂട്ട്. അല്ല, കുട്ടിയുടെ പിന്നെ അപ്പനോട് ചെയ്ത വൈരാഗ്യത്തിന് പിന്നെ ഈ അയാൾക്ക് ഒരു മൊഴി കൊടുത്തതാണെങ്കിൽ അത് അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ പറ്റും. അങ്ങനെയുള്ള കേസുകൾ ആണെങ്കിൽ മെലീഷ്യസ് പ്രോസിക്യൂഷൻ പോസിബിൾ ആണ്. താങ്ക് യു സർ. അഡ്വക്കേറ്റ് കനിയപ്പൻ. ഹലോ സാർ, കേൾക്കാം സാർ? കേൾക്കാം, ഞാൻ ഫോണിൽ നിന്നാണ്. ഹായ് സാർ. സാർ 161 സ്റ്റേറ്റ്മെന്റിലെ ഒരു കാര്യം കണ്ടു എന്ന് പറയുകയും 164 161 കണ്ടില്ലെന്ന് പറയുന്നു, 164 കണ്ടു എന്ന് പറയുന്നു. അതൊരു സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. 161 തന്നെ പരിഗണിക്കണം.
അല്ലല്ല, അത് ട്രയലില് കോടതിയിൽ എന്താണ് പറയുന്നത് അത് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. 161 164 രണ്ടിനും പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും അല്ല. സാർ 164 ഓൺലി ഫോർ കൊറാബറേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കാവുള്ളൂ എന്നുള്ള 164. അതായത് 161 സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ഷന് വേണ്ടി മാത്രമേ പറ്റുള്ളൂ. എക്സെപ്റ്റ് 32, 27 32. 27 ഡിസ്കവറി അല്ലെങ്കിൽ 32 1 വരുന്ന ഡയറക്ട് ഡിക്ലറേഷൻ ആണെങ്കിൽ ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സിറ്റുവേഷനിലും കോൺട്രഡിക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ 161 സ്റ്റേറ്റ്മെന്റ്സ്. 164 ആ ബാറില്ലാത്തതുകൊണ്ട് കൊറാബറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. 161 സ്റ്റേറ്റ്മെന്റ്സ് അതുകൊണ്ട് വേണമെങ്കിൽ കൊറാബറേറ്റ് ചെയ്യാൻ. 157 ഇമ്പാക്ട് വരുന്നത് 157 സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് അറ്റ് ഓർ അബൌട്ട് ദ ടൈം ബിഫോർ എ പേഴ്സൺ ഹു ഇസ് കോമ്പിറ്റന്റ് ടു ഇൻവെസ്റ്റിഗേറ്റ്, അല്ലെങ്കിൽ ബിഫോർ ആ 157 വെച്ചിട്ടാണ് അത് പെർമിസിബിൾ ആകുന്നത്. 154 സ്റ്റേറ്റ്മെന്റ്സും അങ്ങനെ തന്നെയാണ് വരുന്നത്. FIS വരുന്നത് അങ്ങനെയാണ്. ഓക്കെ സാർ, താങ്ക് യു. ദീപ, അഡ്വക്കേറ്റ് ദീപ. സർ 27 റിക്കവറിയില്ലേ സർ? 27 റിക്കവറിയില് പ്രതി പറയാണ് ഞാൻ ഇയാളെ കൊന്ന് ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടു എന്ന്. ഹലോ സാറ് ഡിസ്കണക്ട് ആയി, ഒന്ന് ഹോൾഡ് ചെയ്യാം. ഹലോ സാർ കേൾക്കാം. ദീപ. സാർ നമ്മളെ ഈ 27 റിക്കവറി ഇല്ലേ സാർ? അക്യൂസ്ഡ് പറയാണ് ഞാൻ അയാളെ കൊന്ന് ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു. പക്ഷെ ആ സ്ഥലത്തുനിന്ന് ഡിസ്കവർ ചെയ്യാൻ പറ്റിയില്ല, വേറെ ഒരു സ്ഥലത്തു നിന്നാണ് ഡിസ്കവർ ചെയ്തത്. അപ്പോഴയാള് പറഞ്ഞ ആദ്യത്തെ പാർട്ട് കൊന്നു എന്ന് പറയുന്ന പാർട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? കുഴിച്ചിട്ട സ്ഥലം കണ്ടില്ലല്ലോ, അതല്ലായിരുന്നല്ലോ. ചില കൊന്നു എന്നുള്ള പാർട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പോപ്പുലർ വ്യൂ, മെജോറിറ്റി വ്യൂ അതാണ്. എന്നുവെച്ചാൽ നമ്മള് ചെറിയൊരു അതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇപ്പൊ കൊന്നു എന്നുള്ള ഫാക്ട് പോലീസിന് നേരത്തെ അറിയാമെങ്കിൽ കൊന്നു എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ കൊന്നു എന്നുള്ള ഫാക്ട് പോലീസിന് നേരത്തെ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാല് സപ്പോസ് ആരാ ചോദ്യം ചോദിച്ചത്? ദീപ. ഞാനിപ്പോ ഈ രണ്ടാമത് ലാപ്ടോപ്പിൽ ഇപ്പൊ കണക്ഷൻ കിട്ടിയുള്ളൂ. കുറച്ചേരം ഞാൻ എന്റെ കിളിങ്ങനെ പോയിരിക്കായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് കണക്ഷൻ ചെയ്യാറുണ്ട്. മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോയി. 2-3 സെറ്റ് വെച്ച് 3 ഡിസ്കണക്ട് ചെയ്ത് പോവാണ്, എന്താണെന്നറിയില്ല. അപ്പൊ അതില് സപ്പോസ് ഒരാള് മിസ്സിംഗ് ആണെന്നിരിക്കുക. ഇപ്പൊ ഷബീന വക്കീലിനെ കാണാം. ഷബീന മാഡം മിസ്സിംഗ് ആണ്, ഒരു വിവരമില്ല മാഡത്തിനെ കുറിച്ച്. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോ മാഡത്തിന്റെ ആരെങ്കിലും ഒരു ശത്രുവിനെ പിടിക്കുകയാണ്.
അയാളോട് ചോദിക്കുകയാണ്. അപ്പൊ അയാൾ പറയാണ് ഞാൻ കൊന്നു കുഴിച്ചിട്ടു എന്ന് പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാക്ട് ഡിസ്കവേർഡ് എന്താ, ഇറ്റ് ഇസ് ഷീ ഹാപ്പൻ ടു ബി എ വിക്ടിം ഓഫ് ഹോമിസൈഡ് എന്നുള്ള ദാറ്റ് ഫാക്ട് ഇസ് ഡിസ്കവേർഡ് ബൈ ദ പോലീസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് അഡ്മിസിബിൾ. അതാണ് എന്റെ വ്യൂ. ചില കാരണം വെച്ച് കഴിഞ്ഞാല് ആ സെക്ഷൻ 27 ഒന്നും കൂടി നോക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ സിറ്റുവേഷനിൽ ഈ ആള് മിസ്സിംഗ് ആണെന്ന് മാത്രമേ അറിയുള്ളൂ. ഈ ആള് കൊലപാതകത്തിൽ പെട്ട ആളാണ് അല്ലെങ്കിൽ ആള് മരണപ്പെട്ടതാണ് എന്നുള്ളത് പോലീസിന് അറിയില്ല. ആള് മിസ്സിംഗ് ആണെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇതൊരു ഫാക്ട് ഡിസ്കവേർഡ് എന്ന് പറയുന്നത് ഫാക്ട് ദാറ്റ് ഷീ ഈസ് മേർഡേർഡ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ ഫാക്ട്. ഇഫ് ദാറ്റ് ഫാക്ട് ഈസ് ഡിസ്കവേർഡ്, ഞാൻ കൊന്നു കുഴിച്ചിട്ടു എന്നുള്ളതിൽ ഞാൻ കൊന്നു എന്നുള്ള ഫാക്ട് ഷുഡ് ബി അഡ്മിറ്റഡ്. അതുകൊണ്ട് 27 ഒരുപാട് ഡിസിഷൻസിൽ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നോക്കാതെ പോയ ഒരു പാർട്ട് എന്ന് പറയുന്നത് അതിലെ 27 മൂന്നാമത്തെ ലൈനില് വെദർ ഇറ്റ് അമൗണ്ട്സ് ടു കൺഫെഷൻ ഓർ നോട്ട്. സെക്ഷൻ 27 നോക്കിയാൽ നമുക്കറിയാം മൂന്നാമത്തെ ലൈനിൽ വരുമ്പോൾ വെദർ ഇറ്റ് അമൗണ്ട്സ് ടു കൺഫെഷൻ ഓർ നോട്ട്. അതിന്റെ അർത്ഥം എന്താ? കൺഫെഷൻ ഇസ് ഓൾസോ ഇൻക്ലൂഡഡ്, കൺഫെഷൻസ് ക്യാൻ ഓൾസോ ബി പ്രൂവ്ഡ്. അതാണ് അതിന്റെ അർത്ഥം. ഞാൻ 27 ഒന്ന് വായിക്കാം ഒന്നുകൂടി. പ്രൊവൈഡ് ദാറ്റ്. അപ്പൊ ഇത് ഈ ഫാക്ട് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ആലോചിക്കുക, ഒരു പേഴ്സൺ മിസ്സിംഗ് ആണ്, അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അയാൾ നാട് വിട്ടു പോയതാകാം, ആക്സിഡന്റിലായിട്ട് വെള്ളത്തിൽ വീണോ കുളത്തിൽ വീണോ ഒക്കെ മരിച്ചതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നതാകാം, അല്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും കൺഫൈൻഡ് ആയിട്ട് എവിടെയെങ്കിലും ജയിലിൽ പൂട്ടിയിട്ടതാകാം, അല്ലെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോയതാകാം, എങ്ങനെയാകാം, ആർക്കും അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. ആ സമയത്ത് സസ്പെക്ട് പിടിക്കുകയാണ്, സസ്പെക്ട് കൺഫസ് ചെയ്യാണ്, ഞാൻ കൊന്നു കുഴിച്ചിട്ടു. ഇനി ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 27 വായിച്ചു നോക്കാം. പ്രൊവൈഡ് ദാറ്റ് വെൻ എനി ഫാക്ട് ഈസ് ഡിപ്പോസ്ഡ് ടു ആസ് ഡിസ്കവേർഡ് ഇൻ കോൺസിക്വൻസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ ഈ ഡിപ്പോസ്റ്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പോലീസുകാരൻ ഡിപ്പോസ് ചെയ്യുന്നതാണ്. പോലീസുകാരൻ കോടതിയിൽ വന്ന് പറയുന്നതാണ് എ ഫാക്ട് ഈസ് ഡിപ്പോസ്ഡ് എന്നുള്ളത്. അത് നമ്മള് ആദ്യകാലങ്ങളിൽ ഇത് CRPC-ലായിരുന്നു. CRPC-ന്ന് നമ്മള് 1861 ഇത് ഇതിലേക്ക് മാറ്റി. 1872 എവിഡൻസ് ആക്ടിലേക്ക് മാറ്റി. അപ്പോഴാണ് ആ വാക്ക് വിട്ടുപോയത്. അതുകൊണ്ട് ഞാൻ ആ പഴയ കോഡൊന്ന് വായിക്കാം. 1861 CRPC വായിക്കാം. അന്ന് CRPC സെക്ഷൻ 150 ആണ്. ഇപ്പോഴത്തെ നമ്മൾ 27 എന്ന് പറയുന്നത് അന്നത്തെ 150 ആണ്. വെൻ എനി ഫാക്ട് ഇസ് ഡിപ്പോസ്ഡ് ടു ബൈ എ പോലീസ് ഓഫീസർ, അത് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ അത് മാറ്റി. അതുകൊണ്ടായിരുന്നു നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരുന്നു. ബൈ എ പോലീസ് ഓഫീസർ ആസ് ഡിസ്കവേർഡ് ബൈ ഹിം ഇൻ കോൺസിക്വൻസ് ഓഫ് ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് so much of such information whether it amounts to a confession or admission of guilt. അന്ന് രണ്ടും ഉണ്ടായിരുന്നു, കൺഫെഷനും അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ചില സിറ്റുവേഷനിൽ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആകാം. ഓർ നോട്ട് ആസ് ലെസ് ഡിസ്റ്റിങ്ക്ട്ലി ടു ദ ഫാക്ട് ഡിസ്കവേർഡ് ബൈ ഇറ്റ് മേ ബി റിസീവ്ഡ് ഇൻ എവിഡൻസ്. അതിന് വരുമ്പോൾ നമ്മൾ മേ ബി പ്രൂവ്ഡ് ആക്കി. അപ്പൊ ഇതാണ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഈ ഫാക്ട് ഉള്ളിൽ വെച്ചിട്ട് നോക്കാം. അപ്പൊ ഫാക്ട് ഈസ് ഡിപ്പോസ് എന്ന് പറയുന്നത് പോലീസുകാരൻ പറയാണ്, ഞാൻ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ ഇയാളെ കൊന്നു കുഴിച്ചിട്ടു എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ അതാണ് ഫാക്ട് ഡിസ്കവേർഡ്. ഫാക്ട് ഡിസ്കവേർഡ് ഇൻ കോൺസിക്വൻസ് ഓഫ് ദ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഇൻ ദ കസ്റ്റഡി ഓഫ് എ പോലീസ് ഓഫീസർ സോ മച്ച് ഓഫ് സച്ച് ഇൻഫർമേഷൻ. ഇതിൽ ഇൻഫർമേഷൻ എന്താ? ഞാൻ ആ സ്ത്രീയെ കൊന്നു കുഴിച്ചിട്ടു. സോ മച്ച് ഓഫ് സച്ച് ഇൻഫർമേഷൻ വെദർ ഇറ്റ് അമൗണ്ട്സ് ടു എ കൺഫെഷൻ ഓർ നോട്ട്. അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ക്യാൻ ഓൾസോ ബി എ കൺഫെഷൻ, ഒരു സംശയമില്ല. ഓർ നോട്ട് ആസ് ലെസ് ഡിസ്റ്റിങ്ക്ട്ലി ടു ദ ഫാക്ട് thereby discovered. ഇതിൽ ഫാക്ട് ഡിസ്കവേർഡ് എന്താണ്? That person has മൂടിയിട്ടെന്നല്ല, that person has been murdered. ബാക്കി നമ്മൾ കാണുന്ന സാധാരണ എല്ലാ കേസുകളിലും ഒഫൻസ് എന്താണെന്ന് പോലീസിന് അറിയാം. ഒഫൻസ് എന്താണെന്ന് അറിയാം, ഒരാൾ കുത്തിക്കൊന്നു അറിയാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പറ്റില്ല, കുത്തിക്കൊന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാനിപ്പോ പറഞ്ഞ സിറ്റുവേഷനില് ആ പേഴ്സൺ എന്ത് സംഭവിച്ചു എന്ന് പോലീസിന് അറിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ്. ദാറ്റ് ഓൾസോ കംസ് ഇൻ അണ്ടർ സെക്ഷൻ 27. ഇത് കൺഫെഷൻ പാർട്ട് വരില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ ലോയിൽ ഒരു കോമൺ വ്യൂ വരാനുള്ള കാരണം ഈ പുലിക്കൊലി കൊട്ടയാണ്. ആ ഡിസിഷനില് നമ്മൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിൽ സെക്ഷൻ 10 പാര 10 ആണ്. ആ പാര 10-ലാണ് എന്താണ് ലൈഫ്സ് കനോട്ട് ബി ഡിസ്കവേർഡ്, ഇറ്റ് വാസ് ഡിസ്കവേർഡ് മച്ച് ഓഫൺ കോട്ടഡ് ഡിസിഷൻ ആണ്. പക്ഷെ അതിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് എടുക്കുമെങ്കിലും അതിൽ എന്തായിരുന്നു ഫാക്ച്വൽ സിറ്റുവേഷൻ എന്ന് ഇന്ത്യൻ ലോയിൽ ഒരിടത്തും ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല. അതിന്റെ ഫാക്ട്സ് കൊണ്ട് നോക്കിയാൽ അതിന്റെ എന്തുകൊണ്ടാണ് ആ ഡിസിഷനിൽ അങ്ങനെ വന്നതെന്നും എന്തുകൊണ്ടാണ് അത് പലവിന്ദർ കൗറിൽ അല്ലെങ്കിൽ പിന്നീട് വന്നപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തെന്ന് മനസ്സിലാണെങ്കിൽ അതിലെ കൺഫെഷൻ എന്തായിരുന്നു നോക്കണം. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടിയിട്ട് ഒരാളെ കൊന്നു. അതിൽ കൺഫെഷൻ എങ്ങനെയാണ്? കൺഫെഷൻ എന്ന് പറഞ്ഞാൽ അതിൽ കൺഫെഷൻ ലോങ്ങർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കൺഫെഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു കൊലപാതകമാണെന്നും അത് കുന്തം കൊണ്ട് കുത്തിയും കത്തി കൊണ്ട് കുത്തിയും ഒക്കെയാണ് കൊന്നതെന്നും പോലീസിന് അറിയാം. അതിലൊന്നും സംശയമില്ല.
അതിലെ കുന്തത്തിന്റെ അല്ലെ കത്തിയുടെ റിക്കവറി അതിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കഷൻ. അതിൽ കൺഫെഷൻ എങ്ങനെയാണ്? അതിൽ കൺഫെഷൻ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ അക്യൂസ് ഇനാലാൽ സദ്ദയ്യ. അയാളുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ: about 14 days ago, I, Kottaya and people of my party lay in wait for Shivaya and others at about sunset time at the corner of Pullipad tank. ഇത് പോലീസിന് നേരത്തെ അറിയാം, നാട്ടുകാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. We all beat Beddupai, Chinnaya, Sivaya and Subbaya to death. അതും പോലീസിന് അറിയാം. The remaining persons, Pullaya, Kottaya and Narayanaya ran away. അത് വിറ്റ്നസിന് അറിയാം. Donapati Ramaya, who was in our party, received blows on his hands. അതും പോലീസിന് അറിയാം. He had a spear in his hands. He gave it to me then. അത് ചിലപ്പോൾ ഇവരുടെ മാത്രം നോളജ് ഉള്ളതായിരിക്കും. നെറ്റ്വർക്ക് പ്രോബ്ലം ആണ് സാർ. അതെ അതെ നെറ്റ്വർക്ക് പ്രോബ്ലം ആണ്. അതെ നെറ്റ്വർക്ക് പ്രോബ്ലം. ആ സ്റ്റേറ്റ്മെന്റ് അത് മാത്രമാണ് അതിലെ ഡിസ്കവറി പാർട്ടിലേക്ക് പോകുന്ന സ്റ്റേറ്റ്മെന്റ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും ദേവർ ഇൻ ദ നോളജ് ഓഫ് ദ പോലീസ് ഓഫീസർ. അതുകൊണ്ടാണ് ആ കേസിന് അങ്ങനെ ഒരു ഡിസിഷൻ വരുന്നതും കൺഫെഷൻ പാർട്ട് എടുക്കാൻ പറ്റില്ല എന്ന് ആ ഡിസിഷൻ വരാനുള്ള കാരണം അതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ സിറ്റുവേഷനിലും കൺഫെഷൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കൊന്നു, ഞാൻ കുഴിച്ചിട്ടു എന്നുള്ളതിൽ കൊന്നു എന്നുള്ള ഫാക്ട് പോലീസ് നേരത്തെ അറിയാമെങ്കിൽ ആ ഫാക്ട് പറ്റില്ല. കുഴിച്ചിട്ടു എന്നുള്ള ഫാക്ട് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് ബോഡി റിക്കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കൺഫെഷന്റെ ഗ്യാരണ്ടി ഇല്ല. അവിടെ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൺഫെഷൻ വാസ് ട്രൂ എന്നുള്ളതിന് കോടതിക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ട്. അത് മാത്രം തന്നെ വ്യത്യാസം. അതാണ് കൺഫർമേഷൻ ബൈ സബ്സിക്വന്റ് ഇവന്റ് എന്ന് പറയുന്നത്. കൺഫെഷൻ ട്രൂ എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് ആ ഡെഡ് ബോഡി. ഡെഡ് ബോഡി ഈ ഇത്ര ലളിതമായിട്ടുള്ള സംശയം വേറെ ആർക്കെങ്കിലും? ഡിപെൻഡ്സ് അപ്പോൺ ദ ഫാക്ട്സ്. രവിശങ്കർ സാർ ഓഡിയബിൾ ആണോ സാർ? അതെ അതെ സാർ, എന്റെ ചോദ്യം വെച്ചാൽ 164(2) പ്രകാരം കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു മജിസ്ട്രേറ്റ്. അപ്പൊ അപ്പാരന്റ്ലി ഇറ്റ് സീംസ് ദാറ്റ് ഹി ഹാസ് വോളണ്ടറിലി മെയ്ഡ് ദ കൺഫെഷൻ. പക്ഷെ ലേറ്റർ ഓൺ ഇപ്പൊ പണിഷ്മെന്റ് അവാർഡ് ചെയ്തതിനു ശേഷം വെദർ ഹി ക്യാൻ പ്രിഫർ എൻ അപ്പീൽ ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് വാസ് മെയ്ഡ് ഓൺലി അണ്ടർ സം ത്രെറ്റ് ഓർ ഫോഴ്സ്, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അപ്പീലബിൾ ആയിരിക്കുമോ? അപ്പീൽ മെയിൻറ്റനബിൾ ആയിരിക്കുമോ? അത് ശരിക്കും പറഞ്ഞാല് ശരിക്കും തന്നെ പറ്റില്ല. ചില കൺഫെഷൻ റിട്രാക്ട് ചെയ്യണമെങ്കിൽ ആദ്യമേ ചെയ്യണം. ആദ്യമേ റിട്രാക്ട് ചെയ്യണം. റിട്രാക്ട് ചെയ്യാതിരുന്നിട്ട് പിന്നീട് സബ്സിക്വന്റ് ആയിട്ട് റിട്രാക്ട് ചെയ്തിട്ടേ അല്ല. എസ്പെഷ്യലി ആഫ്റ്റർ കൺവിക്ഷൻ അത് റിട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ പോസിബിൾ അല്ല. ട്രയലിൽ വേണമെങ്കിൽ റിട്രാക്ട് ചെയ്തിട്ട് കണ്ടസ്റ്റ് ചെയ്യാം. പക്ഷെ അതിനുശേഷം പറ്റില്ല. 2011 SCC 490 ദാരാസിംഗ് ആണ് റിട്രാക്റ്റഡ് കൺഫെഷനെ കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് ലിസ്റ്റ് തന്നെ. 2011 വോളിയം 2 SCC 490. റിട്രാക്ട് ചെയ്താലും കൺവിറ്റ് ചെയ്യാന്ന് പറയുന്നതാണ്. 2001 സുപ്രീം കോടതി 2778. 2001 സുപ്രീം കോടതി 2778. അത് നമ്മുടെ റാണി പത്മിനി എന്ന് പറഞ്ഞൊരു സിനിമാ നടി ഉണ്ടായിരുന്നു. അവരെ അവരുടെ അമ്മേനെയും കൊന്ന കേസാണ്. അതില് ആദ്യം പ്രതികൾ കൺഫ്യൂസ് ചെയ്തു, അതിനുശേഷം റിട്രാക്ട് ചെയ്തു. റിട്രാക്ട് ചെയ്തെങ്കിലും റിട്രാക്ട് കൺഫെഷന്റെ പുറത്ത് കോടതി കൺവിക്ട് ചെയ്തു. ചില റിട്രാക്ട് ചെയ്തെങ്കിൽ പോലും ആ കൺഫെഷൻസ് പ്രൂവ് ആയിരുന്നു, വോളണ്ടറി ആയിരുന്നു എന്നുള്ള അസംഷനിൽ അത് കൺവിക്ട് ചെയ്തത്. പക്ഷെ ട്രയൽ കഴിഞ്ഞിട്ട് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രയലിന് മുൻപ് വേണം, അത് ഏർലിയസ്റ്റ് വേണം. Last question by Nadisha. Last question by Nadisha. Nadisha. യെസ് സർ. സർ, ഈ റിക്കവറി സാധാരണ നമ്മൾ കേൾക്കുന്നത് ഹിഡൻ പ്ലേസിലായിരിക്കും എന്നല്ലേ കേൾക്കുന്നത്? കൊന്നു കുഴിച്ചു മൂടി. അത് ദാറ്റ് ക്യാൻ ബി ഹാപ്പൻ ഇൻ ഓപ്പൺ പ്ലേസ്.
പറ്റും. ഇപ്പൊ ആരാ ചോദിച്ചത്? നാദിഷ. ഞാനെ കാണാൻ പറ്റുള്ളത്. നാദിഷ ഒരു വണ്ടി ഇടിച്ച ഒരാളെ കൊന്നോന്നിരിക്കുക, യെസ്. കാർ ഇടിച്ച ഒരാളെ കൊന്നോ, അതിന്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി, സർവീസ് സെന്ററിൽ കയറ്റി. അവിടെ സർവീസ് സെന്ററിലാണ് കാർ ഇട്ടിരിക്കുന്നതായിരിക്കുക. ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ പോലീസ് ഓഫീസർ സർവീസ് സെന്ററിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ്. ക്യാൻ യു സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹിഡൻ? അത് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കെതിരായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ആ വാഹനം ആ സർവീസ് സെന്ററിൽ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ പോലീസിന് നേരത്തെ അറിയില്ല എന്നുണ്ടെങ്കിൽ, ആ ഇൻഫർമേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പോസിബിൾ. അതുകൊണ്ട് ഹിഡൻ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വരണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ ഇന്ത്യൻ ലോയിലൊരിടത്തും ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല. സെക്ഷൻ 8ഉം സെക്ഷൻ 5ഉം ഈ സെക്ഷൻ 27 വരുന്ന ഒരു ഡിസിഷൻസിനും സെക്ഷൻ 5ഉം സെക്ഷൻ 8ഉം ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് കൺഫ്യൂഷൻ വരാനുള്ള കാരണം. സെക്ഷൻ 5 ജസ്റ്റ് ഒന്ന് വായിക്കാം, ഒറ്റ മിനിറ്റ്. എവിഡൻസ് മേ ബി ഗിവൺ in any suit or proceeding on the existence or non-existence of every fact and issue and of such other facts as are hereinafter declared to be relevant. Hereinafter declared to be relevant. Appo ende artham there should be a declaration of relevancy. Yes. You should declare the relevancy. Evade declare cheyanam? Chapter of relevancy il declare cheyanam. Chapter of relevancy ennu avade 5 to 55 aanu alle. Ini evideyana declaration of relevancy evade nokka section 8 nokka. ഇയാളിത് കുഴിച്ചിട്ടത്, അല്ലെങ്കിൽ വക്കീൽ ഇടിച്ച വണ്ടി വക്കീൽ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ട് പാർക്ക് ചെയ്തത്, ആരും കാണാതെ കൊണ്ട് പാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് മൂടിയിട്ടത്, അത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫാക്ട് ഇൻ ഇഷ്യൂ ആണ്. അതിന്റെ ഇല്ലസ്ട്രേഷൻ നോക്കാം. is accused of a crime. The fact that either before or after the time or after the alleged crime, a proved evidence which would tend to give to the facts of the case an appearance favorable to himself, or that he destroyed or concealed evidence or prevented the presence of the procured the absence of person who might have been witnesses. അല്ല, അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? യു ആർ ട്രൈങ് ടു കൺസീൽ സംതിങ്. ഇനി ഐ നോക്കാം. is accused of a crime. The fact that after the commission of the alleged crime he absconded or was in possession of property or the proceeds of property acquired by the crime or attempted to conceal things which were or might have been used in the commission of the crime are relevant. അപ്പൊ ഐയിലോ വരുന്ന സിറ്റുവേഷൻ ആണ് കൺസീൽമെന്റ് ഓഫ് എ തിങ്. അതുകൊണ്ടാണ് ഇത് കൺസീൽ ചെയ്ത് കഴിഞ്ഞാല് ദാറ്റ് ഗിവ്സ് എ ബെറ്റർ എവിഡൻസ് ഫോർ ദ പ്രോസിക്യൂഷൻ. ഇപ്പൊ ഞാനൊരു കത്തി കൊണ്ട് ഒരാളെ കുത്തിക്കൊന്നു, ആ കത്തി ഞാൻ എവിടെയെങ്കിലും കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് കൺസീൽ ചെയ്തു. കൺസീൽ ചെയ്യാനുള്ള കാരണം എന്താ? ബിക്കോസ് ദാറ്റ് ഇസ് എൻ കോണ്ടാക്ട് ഇൻഫ്ലുവൻസ് ബൈ ദ ഫാക്ട് ഇഷ്യൂ. ഞാനത് കുത്തിയതാണ്, അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്, പോലീസ് പിടിക്കുന്ന പേടിയുണ്ട്. അതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഞാനത് മറച്ചു വെക്കുന്നത്. അതേ കത്തി ഞാൻ കഴുകി ക്ലീൻ ആക്കിയിട്ട് എന്റെ ഓഫീസ് ടേബിളിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിക്കവറി പോസിബിൾ ആണ്. പക്ഷെ ആ സമയത്ത് ഞാൻ കൺസീൽ ചെയ്തിട്ടില്ല. ഇഫ് ഐ ഹവ് കൺസീൽഡ് ഇറ്റ്, ദ പ്രോസിക്യൂഷൻ വിൽ ഹാവ് എ സ്ട്രോങ്ങർ കേസ്. അതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാ സമയത്തും ഓതർഷിപ്പ് ഓഫ് കൺസീൽമെന്റ് വേണം നിർബന്ധമില്ല. ഇഫ് ഇറ്റ് ഈസ് കൺസീൽഡ്, ദാറ്റ് വിൽ ഷോ ഹിസ് കോണ്ടക്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫാക്ട് ഇഷ്യൂ. അതുകൊണ്ടാണ് സെക്ഷൻ 8 സെക്ഷൻ 27 ഡിക്ലറേഷൻ ഓഫ് റിലവൻസി കംസ് അണ്ടർ സെക്ഷൻ 8. അത് ഡിസിഷൻസിൽ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു കാണുന്നില്ല. അതുകൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഓതർഷിപ്പ് ഓഫ് കൺസീൽമെന്റ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്? ദാറ്റ് കംസ് ആസ് ഹിസ് കോണ്ടക്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫാക്ട് ഇഷ്യൂ. സംശയം മാറിയോ അല്ലെങ്കിൽ കൂടിയോ? സാർ, എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പൊ വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. നമ്മള് നദീഷയുടെ ക്വസ്റ്റ്യൻ അനുവദിച്ചിരുന്നു. സോ